വെൽക്കം ടു വിങ്സ് ലേണിംഗ് സൊല്യൂഷൻ. വിങ്സ് ലേണിംഗ് സൊല്യൂഷന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീരാഗ് ഭക്തപ്രിയം. നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വിഷയം +1 ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ഭാഗമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ 4ാമത്തെ അധ്യായമായ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ അവതരണം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ഫോക്കസ് ഏരിയയുടെ പാർട്ട് 1 വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പേ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ടും ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ അവതരണം എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ 4ാമത്തെ അധ്യായത്തിൽ കൊടുത്തിട്ടുള്ള ഫോക്കസ് ഏരിയയിലെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ നിങ്ങൾ പഠിക്കേണ്ടത്. ഏതൊക്കെയാണ് ആ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ? 1, ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം. രണ്ടാമത് എന്താ പഠിക്കേണ്ടത്? ടേബുലർ പ്രസന്റേഷൻ ഓഫ് പട്ടിക രൂപത്തിലുള്ള ഡാറ്റയുടെ അവതരണം. മൂന്നാമത് എന്താ പഠിക്കേണ്ടത്? ടാബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പാർട്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ, ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങൾ മൂന്നാമത് പഠിക്കേണ്ടത്. നാലാമത് പഠിക്കേണ്ടത് എന്തിനെ പറ്റിയിട്ടാണ്? ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ ഡയഗ്ര രൂപത്തിലുള്ള അവതരണം. ഈ 4 കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ പഠിക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? 1, ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ എഴുത്ത് രൂപത്തിലുള്ള, ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം. 2, ടാബുലർ പ്രസന്റേഷൻ ഓഫ് പട്ടിക രൂപത്തിലുള്ള ഡാറ്റയുടെ അവതരണം. 3, ടാബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പാർട്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ, ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റിയിട്ടാണ് മൂന്നാമത് പഠിക്കേണ്ടത്. 4, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ ഡയഗ്ര രൂപത്തിലുള്ള, ഗ്രാഫ് രൂപത്തിലുള്ള അവതരണത്തിനെ പറ്റിയിട്ടാണ് 4ാമത് പഠിക്കേണ്ടത്. അപ്പോ ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള ആദ്യത്തെ ടോപ്പിക്കായ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ എഴുത്ത് രൂപത്തിലുള്ള, ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നതിന് മുൻപേ ഈ ചാപ്റ്ററിന്റെ തുടക്കത്തിൽ നമ്മൾ എന്താണ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ 2ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ദത്തങ്ങളുടെ ശേഖരണം, കളക്ഷൻ ഓഫ് ഡാറ്റയുടെ ശേഖരണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ നമ്മുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എങ്ങനെ ശേഖരിക്കാം എന്നതിനെ പറ്റിയിട്ട് നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. നമ്മുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട, അന്വേഷകന്റെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട, നമ്മുടെ പഠന വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ എങ്ങനെയാണ് ശേഖരിക്കുക എന്നതിനെ പറ്റിയിട്ട് നമ്മൾ കളക്ഷൻ ഓഫ് വിവരങ്ങൾ ശേഖരിക്കുന്നതിനെ പറ്റിയിട്ട്, വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ കളക്ഷൻ ഓഫ് ഡാറ്റ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇങ്ങനെ നമ്മുടെ പഠനത്തിന് ആസ്പദമാക്കി നമ്മൾ ശേഖരിച്ചു വെച്ച വിവരങ്ങളെ തരംതിരിക്കാൻ, ക്ലാസിഫൈ ചെയ്യാൻ നമ്മൾ ഓർഗനൈസേഷൻ ഓഫ് ഡാറ്റയുടെ വർഗീകരണം എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ എക്കണോമിക്സിലെ 3rd ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. ഇങ്ങനെ നമ്മൾ വിവരങ്ങൾ ശേഖരിച്ചാൽ പോരാ, നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള വിവരങ്ങൾ തരംതിരിച്ചാൽ പോരാ, ക്ലാസിഫൈ ചെയ്താൽ പോരാ. ഇങ്ങനെ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള, തരംതിരിച്ചിട്ടുള്ള വിവരങ്ങൾ മറ്റുള്ള ആളുകൾക്കും കൂടി മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കണം. ഇങ്ങനെ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള, തരംതിരിച്ചിട്ടുള്ള വിവരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ അവതരണം എന്ന് വിളിക്കുന്നത്. നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള, തരംതിരിച്ചിട്ടുള്ള, ക്ലാസിഫൈ ചെയ്തിട്ടുള്ള വിവരങ്ങൾ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ അവതരണം എന്ന് വിളിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഡാറ്റയെ അവതരിപ്പിക്കുന്നതിനെ, നമ്മൾ വിവരങ്ങളെ അവതരിപ്പിക്കുന്നതിനെ നമ്മൾ എന്ത് വിളിക്കും? പ്രസന്റേഷൻ ഓഫ് അഥവാ ഡാറ്റയുടെ അവതരണം എന്ന് വിളിക്കും. വിവരങ്ങളെ നമ്മൾ എഴുത്ത് രൂപത്തിലും, പട്ടിക രൂപത്തിലും, ഗ്രാഫ് രൂപത്തിലും, ഡയഗ്ര രൂപത്തിലേക്ക് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ പ്രസന്റേഷൻ ഓഫ് അഥവാ ഡാറ്റയുടെ അവതരണം എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് പ്രസന്റേഷൻ ഓഫ് ഡാറ്റയുടെ അവതരണം എന്ന് പറഞ്ഞാൽ?
വിവരങ്ങളെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ, ഡാറ്റയെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ എഴുത്തു രൂപത്തിലോ പട്ടിക രൂപത്തിലോ ഗ്രാഫ് രൂപത്തിലോ ഒക്കെ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രസന്റേഷൻ ഓഫ് ഡാറ്റ അഥവാ ഡാറ്റയുടെ അവതരണം എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ വിവരങ്ങൾ അവതരിപ്പിക്കുവാൻ, മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഡാറ്റയെ അവതരിപ്പിക്കുവാൻ, വിവരങ്ങളെ അവതരിപ്പിക്കുവാൻ നമുക്ക് 3 രീതികൾ ഉപയോഗിക്കാവുന്നതാണ്. 3 മെത്തേഡുകൾ നമുക്ക് ഡാറ്റയെ പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, വിവരങ്ങളെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഏതൊക്കെയാണ് ആ 3 രീതികൾ? 1, ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ, ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം, എഴുത്ത് രൂപത്തിലുള്ള അവതരണം. 2, ടാബുലർ പ്രസന്റേഷൻ, പട്ടിക രൂപത്തിലുള്ള അവതരണം. 3, ഡയഗ്രമാറ്റിക് പ്രസന്റേഷൻ, ഡയഗ്ര രൂപത്തിലുള്ള അവതരണം. അപ്പൊ ഈ 3 രീതികൾ ഉപയോഗിച്ചിട്ടും നമുക്ക് വിവരങ്ങളെ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ വിവരങ്ങളെ, ഡാറ്റയെ നമ്മൾ മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ മെത്തേഡാണെന്ത്? ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അഥവാ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, എഴുത്ത് രൂപത്തിലുള്ള അവതരണം അഥവാ ടെക്സ്റ്റ് രൂപത്തിലുള്ള ഡാറ്റയുടെ അവതരണം. എന്താണ് ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അഥവാ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്നതാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ ആദ്യം പഠിക്കേണ്ടത്. എന്താണ് ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ? ഡാറ്റയുടെ ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് മറ്റുള്ള ആളുകൾക്ക് മനസ്സിലാകുന്ന വിധത്തിൽ വിവരങ്ങൾ അവതരിപ്പിക്കുന്നത്? എഴുത്തു രൂപത്തിൽ നമ്മൾ വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അഥവാ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. എഴുത്ത് രൂപത്തിൽ നമ്മൾ വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അഥവാ ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കുന്നത്. ടെക്സ്റ്റുവൽ പ്രസന്റേഷന്റെ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന ഉദാഹരണത്തിൽ വിവരങ്ങൾ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? ഡാറ്റ എങ്ങനെയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്? എഴുത്ത് രൂപത്തിലാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അവതരണത്തിനെയാണ് നമ്മൾ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അഥവാ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെ എഴുത്ത് രൂപത്തിൽ വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അഥവാ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ എഴുത്ത് രൂപത്തിലുള്ള ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കുന്നത്. ന്യൂസ് പേപ്പറിൽ നമ്മൾ ദിവസവും വായിക്കുന്ന പത്രത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, പത്രത്തിൽ നമ്മൾ വായിക്കുന്ന വാർത്തകൾ എന്തിനുദാഹരണമാണ്? ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഉദാഹരണമാണ്, എഴുത്ത് രൂപത്തിലുള്ള അവതരണത്തിന് ഉദാഹരണമാണ്. കാരണം ന്യൂസ് പേപ്പറിൽ മിക്ക വിവരങ്ങളും എഴുത്ത് രൂപത്തിലാണ് അവതരിപ്പിക്കുക. ഇങ്ങനെ എഴുത്ത് രൂപത്തിൽ വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അഥവാ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ എഴുത്ത് രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഡാറ്റ അവതരിപ്പിക്കാനുള്ള ഒന്നാമത്തെ രീതി നമ്മൾ നോക്കി, ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ അഥവാ ടെക്സ്റ്റുവൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ ടെക്സ്റ്റ് രൂപത്തിലുള്ള അവതരണം അഥവാ എഴുത്ത് രൂപത്തിലുള്ള അവതരണം. രണ്ടാമത്തെ മെത്തേഡ് എന്തായിരുന്നു? ടാബുലർ പ്രസന്റേഷൻ ഓർ ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ പട്ടിക രൂപത്തിലുള്ള അവതരണം, ഡാറ്റയുടെ പട്ടിക രൂപത്തിലുള്ള അവതരണം. ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റയെ പറ്റിയിട്ടാണ് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ രണ്ടാമത് പഠിക്കാനുള്ളത്. ടാബുലർ പ്രസന്റേഷൻ, പട്ടിക രൂപത്തിലുള്ള അവതരണം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വിവരങ്ങളെ അവതരിപ്പിക്കുന്നത്? വിവരങ്ങളെ പട്ടിക രൂപത്തിൽ അവതരിപ്പിക്കുകയാണെങ്കിൽ, വിവരങ്ങൾ പട്ടിക രൂപത്തിലാക്കി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ടാബുലർ പ്രസന്റേഷൻ അഥവാ പട്ടിക രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കുന്നത്. ഡാറ്റയെ പട്ടിക രൂപത്തിലാക്കി അവതരിപ്പിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ടാബുലർ പ്രസന്റേഷൻ അഥവാ പട്ടിക രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കും. അഥവാ നമുക്ക് ഇങ്ങനെയും പറയാം, വിവരങ്ങളെ, ഡാറ്റയെ കോളത്തിലും റോയിലും അവതരിപ്പിക്കുകയാണെങ്കിൽ അത്തരം അവതരണത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ടാബുലർ പ്രസന്റേഷൻ എന്ന് വിളിക്കും. വിവരങ്ങളെ കോളത്തിലും റോയിലും അവതരിപ്പിക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രസന്റേഷനെ, അത്തരത്തിലുള്ള ഡാറ്റയുടെ അവതരണത്തിനെ, വിവരത്തിന്റെ അവതരണത്തിനെ നമ്മൾ എന്ത് വിളിക്കും? ടാബുലർ പ്രസന്റേഷൻ അഥവാ പട്ടിക രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കും. അപ്പൊ പട്ടിക രൂപത്തിലുള്ള അവതരണത്തിൽ എങ്ങനെയായിരിക്കും വിവരങ്ങൾ അവതരിപ്പിക്കുന്നത്? പട്ടികയിൽ വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടായിരിക്കും വിവരങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ വിവരങ്ങൾ പട്ടിക രൂപത്തിലാക്കി പട്ടിക വരച്ച് വിവരങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത്തരം അവതരണത്തിനെയാണ് നമ്മൾ ടാബുലർ പ്രസന്റേഷൻ അഥവാ ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ പട്ടിക രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കുന്നത്. ടാബുലർ പ്രസന്റേഷൻ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ ഈ എക്സാമ്പിളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? ഈ എക്സാമ്പിൾ പട്ടിക രൂപത്തിലാണ് വിവരങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ള അവതരണമാണ് ടാബുലർ പ്രസന്റേഷൻ അഥവാ ടാബുലർ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ, ഡാറ്റയുടെ പട്ടിക രൂപത്തിലുള്ള അവതരണം. അപ്പോ നമുക്ക് 4 തരത്തിലുള്ള ഡാറ്റ,
4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, 4 തരത്തിലുള്ള ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പട്ടികയിൽ ഉൾപ്പെടുത്താവുന്നതാണ്. 4 തരത്തിലുള്ള ഡാറ്റയുടെ ക്ലാസിഫിക്കേഷൻ നമുക്ക് പട്ടികയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ്, നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. ഏതൊക്കെയാണ് 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷൻ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ ഈ പറയാൻ പോകുന്ന 4 തരത്തിലുള്ള ഡാറ്റയുടെ ക്ലാസിഫിക്കേഷനും ഈ 4 തരത്തിലുള്ള ഡാറ്റയും നമുക്ക് പട്ടിക രൂപത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. 2 ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിക്കൽ. മൂന്നാമത്തെ എന്താണ്? ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ഓർ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. നാലാമത്തെ എന്താണ്? സ്പേഷ്യൽ ഒരു ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. ഈ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനും നമുക്ക് പട്ടിക രീതിയിൽ ഉപയോഗിച്ച് നടത്താവുന്നതാണ്. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. എന്താണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ അഥവാ ഗുണനാത്മകമായ തരംതിരിക്കൽ? ഗുണനാത്മകമായ ഡാറ്റയെ നമുക്ക് പട്ടിക രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ നമുക്ക് പട്ടിക രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിലും ഒക്കെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണം എന്തൊക്കെയാണ്? സെക്സ്, മെയില്, ഫീമെയിൽ, സ്ത്രീ, പുരുഷൻ, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, വിദ്യാഭ്യാസമുള്ള ആൾക്കാർ, ഇല്ലാത്ത ആൾക്കാർ. അപ്പോ ഇതിനൊക്കെയാണ്, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. മെയില്, ഫീമെയില്, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ക്വാളിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. ഇങ്ങനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യാനും തരംതിരിക്കാനും നമുക്ക് പട്ടിക രൂപത്തിലുള്ള അവതരണത്തിലൂടെ സാധ്യമാവുന്നതാണ്. അപ്പോ ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന് ഒരു ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഉദാഹരണത്തിൽ എന്താ കൊടുത്തിട്ടുള്ളത്? ഈ എക്സാമ്പിൾ എന്താ കൊടുത്തിട്ടുള്ളത്? ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തിലെ സാക്ഷരതയുമായി ബന്ധപ്പെട്ട് ലിറ്ററസിയുമായി ബന്ധപ്പെട്ട കുറച്ച് കണക്കാണ് ആ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ബീഹാറിലെ സാക്ഷരത എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്? മെയിൽ, ഫീമെയിൽ, സെക്സിന്റെ അടിസ്ഥാനത്തിലാണ്. മെയില്, ഫീമെയിൽ, സ്ത്രീ, പുരുഷൻ, അങ്ങനെ പുരുഷൻ, സ്ത്രീ, മെയിൽ, ഫീമെയിൽ, അങ്ങനെ സെക്സിന്റെ അടിസ്ഥാനത്തിലാണ്, ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ടേബിളിൽ ഡാറ്റയെ തരംതിരിച്ചിട്ടുള്ളത്, വിവരത്തിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു എക്സാമ്പിൾ എന്തിനു ഉദാഹരണമാണ്? ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ ഉദാഹരണമാണ്. ഇങ്ങനെ ക്വാളിറ്റേറ്റീവ് ഡാറ്റയെ, ഗുണനാത്മകമായ വിവരങ്ങളെ തരംതിരിക്കാനും നമുക്ക് പട്ടിക രൂപത്തിലുള്ള അവതരണത്തിലൂടെ സാധ്യമാകും. അതാണ് ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. രണ്ടാമത്തെ എന്താണ്? ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിക്കൽ. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യാനും നമുക്ക് പട്ടിക രൂപത്തിലുള്ള അവതരണം ഉപയോഗിക്കാവുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ, പരിണാത്മകമായ വിവരങ്ങളും തരംതിരിക്കാൻ നമുക്ക് പട്ടിക രൂപത്തിലുള്ള അവതരണത്തിലൂടെ സാധ്യമാവുന്നതാണ്. ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണം എന്താണ്? ഏജ്, മാർക്ക്, ഇൻകം, ഹൈറ്റ്, വെയിറ്റ്, ഇതൊക്കെ എന്തിനു ഉദാഹരണമാണ്? ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്, പരിണാത്മകമായ വിവരങ്ങൾക്ക് ഉദാഹരണമാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങളെ ക്ലാസിഫൈ ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? പട്ടിക രൂപത്തിലുള്ള ടേബുലർ പ്രസന്റേഷൻ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. പട്ടിക രൂപത്തിലുള്ള അവതരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോ ഈ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പട്ടികയാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ പട്ടികയിൽ എന്താ പറയുന്നത്? തമിഴ്നാട്ടിലെ ഇലക്ഷന്റെ റെസ്പോൺസുമായി ബന്ധപ്പെട്ട് ഒരു ഡാറ്റയാണ് ആ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഈ പട്ടികയിൽ തമിഴ്നാട്ടിലെ ഇലക്ഷന്റെ റെസ്പോൺസുമായി ബന്ധപ്പെട്ട് ആൾക്കാരെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്? ഏജിന്റെ അടിസ്ഥാനത്തിലാണ്, വയസ്സിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഏജ്, വയസ്സ് എന്തിന് ഉദാഹരണമാണ്? നമുക്കറിയാം, ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റയെ, പരിണാത്മകമായ വിവരങ്ങളെ തരംതിരിക്കാനും നമ്മൾ പരിണാത്മകമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലും ഡാറ്റയെ തരംതിരിക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ടാബുലർ പ്രസന്റേഷൻ, പട്ടിക രൂപത്തിലുള്ള അവതരണം ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പട്ടികയിൽ ഏജിന്റെ അടിസ്ഥാനത്തിലാണ്, വയസ്സിന്റെ അടിസ്ഥാനത്തിലാണ് ഇലക്ഷൻ റെസ്പോൺസിനെ തരംതിരിച്ചിട്ടുള്ളത്. അപ്പോ ഇതെന്തിനു ഉദാഹരണമാണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പട്ടികയ്ക്ക് ഉദാഹരണമാണ്. അപ്പൊ ഇങ്ങനെ ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിലും നമുക്ക് പട്ടിക നിർമ്മിക്കാവുന്നതാണ്. പരിണാത്മകമായ തരംതിരിക്കലിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് പട്ടിക നിർമ്മിക്കാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ, ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ. മൂന്നാമത്തെ എന്താണ്?
ടെമ്പറൽ ഓർ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. വർഷത്തിന്റെയും മാസത്തിന്റെയും ആഴ്ചയുടെയും ദിവസത്തിന്റെയും അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ള വിവരങ്ങളെ നമുക്ക് പട്ടിക രൂപത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. വർഷത്തിന്റെയും മാസത്തിന്റെയും ആഴ്ചയുടെയും ദിവസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ള ക്ലാസിഫൈ ചെയ്തിട്ടുള്ള വിവരങ്ങളെയും നമുക്ക് ടേബുലർ പ്രസന്റേഷനിൽ പട്ടിക രൂപത്തിലുള്ള അവതരണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോ എന്താണ് ടെമ്പറൽ അഥവാ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ടൈം, ലൈക്ക് ഇയർ, മന്ത്, വീക്ക്, ഡേ. വർഷം, മാസം, ആഴ്ച തുടങ്ങിയ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ, കാലക്രമത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡാറ്റയെ ക്ലാസിഫൈ ചെയ്യുന്നതെങ്കിൽ അത്തരം ക്ലാസിഫിക്കേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ടെമ്പറൽ ഓർ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. ഇങ്ങനെ കാലക്രമത്തിനനുസരിച്ച് തരംതിരിച്ചിട്ടുള്ള വിവരങ്ങളെ വർഷത്തിന്റെ അടിസ്ഥാനത്തിലും മാസത്തിന്റെ അടിസ്ഥാനത്തിലും ആഴ്ചയുടെ അടിസ്ഥാനത്തിലും ദിവസത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലും തരംതിരിച്ചിട്ടുള്ള ക്ലാസിഫൈ ചെയ്തിട്ടുള്ള വിവരങ്ങളെ അവതരിപ്പിക്കുവാനും നമുക്ക് എന്തുപയോഗിക്കാം? ടേബുലർ പ്രസന്റേഷൻ ഉപയോഗിക്കാവുന്നതാണ്. പട്ടിക രൂപത്തിലുള്ള അവതരണം നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ടേബുലർ ഈ ഒരു ക്രോണോളജിക്കൽ അഥവാ ടെമ്പറൽ ക്ലാസിഫിക്കേഷൻ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ക്രീനിൽ കാണുന്ന എക്സാമ്പിളിൽ എന്താ പറയുന്നത്? തൃശ്ശൂരിലെ ഇന്ത്യൻ കോഫി ഹൗസിൽ കുറച്ച് വർഷങ്ങളിലെ, ഏതാനും വർഷങ്ങളിലെ സെയിൽസ് ആണ്, വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിവരമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഈ പട്ടികയിൽ സെയിൽസുമായി ബന്ധപ്പെട്ട വിവരം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്? വിവിധ വർഷങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തരംതിരിച്ചിട്ടുള്ളത്. ഇങ്ങനെ വർഷങ്ങളുടെ അടിസ്ഥാനത്തിലും മാസങ്ങളുടെ അടിസ്ഥാനത്തിലും ദിവസങ്ങളുടെ അടിസ്ഥാനത്തിലും ആഴ്ചകളുടെ അടിസ്ഥാനത്തിലും തരംതിരിക്കപ്പെട്ട വിവരങ്ങൾ അവതരിപ്പിക്കുവാനും നമുക്ക് എന്തുപയോഗിക്കാം? ഈ ഒരു ടേബുലർ പ്രസന്റേഷനെ ആശ്രയിക്കാവുന്നതാണ്, പട്ടിക രൂപത്തിലുള്ള അവതരണത്തിനെ ആശ്രയിക്കാവുന്നതാണ്. അതാണ് ഈ ഒരു ടെമ്പറൽ അഥവാ ഈ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. അടുത്ത എന്താണ്? ജിയോഗ്രഫിക്കൽ ഓർ സ്പേഷ്യൽ ക്ലാസിഫിക്കേഷൻ അഥവാ സ്പേഷ്യൽ ഓർ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ള വിവരങ്ങളെ അവതരിപ്പിക്കുവാനും പ്രസന്റ് ചെയ്യുവാനും നമുക്ക് എന്തുപയോഗിക്കാം? ടേബുലർ പ്രസന്റേഷൻ ഉപയോഗിക്കാവുന്നതാണ്. സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ള രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ ജില്ലകളുടെ അടിസ്ഥാനത്തിൽ, സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ഇങ്ങനെ സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ള വിവരങ്ങളെ അവതരിപ്പിക്കുവാനും നമുക്ക് എന്തുപയോഗിക്കാം? പട്ടിക രൂപത്തിലുള്ള അവതരണം ഉപയോഗിക്കാം. അപ്പോൾ ഈ ഒരു സ്പേഷ്യൽ അഥവാ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു പട്ടികയ്ക്ക് ഉദാഹരണമാണ്, ടേബിളിന് ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ടേബിളിൽ ഇന്ത്യ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് നടത്തിയ എക്സ്പോർട്ടുമായി ബന്ധപ്പെട്ട, കയറ്റുമതിയുമായി ബന്ധപ്പെട്ട ഡാറ്റയാണ് ആ പട്ടികയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ എക്സ്പോർട്ട്, ഇന്ത്യയുടെ കയറ്റുമതി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പട്ടികയിൽ തരംതിരിച്ചിട്ടുള്ളത്? വിവിധ രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ രാജ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിൽ, ജില്ലകളുടെ അടിസ്ഥാനത്തിൽ, സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിലേക്ക് തരംതിരിച്ചിട്ടുള്ള വിവരങ്ങളെ നമുക്ക് പട്ടിക രൂപത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. അതാണ് ഈ ഒരു സ്പേഷ്യൽ അഥവാ ജിയോഗ്രഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ചിട്ടുള്ള വിവരങ്ങളും നമുക്ക് എന്തിൽ അവതരിപ്പിക്കാവുന്നതാണ്? പട്ടിക രൂപത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. ഇങ്ങനെ സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഡാറ്റയെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ വിളിക്കുന്നത് സ്പേഷ്യൽ അഥവാ ഈ ഒരു ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ എന്ന് പറയുന്നത്. ഇങ്ങനെ ഭൂമിശാസ്ത്രപരമായി സ്ഥലങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കപ്പെട്ടിട്ടുള്ള വിവരങ്ങളെ നമുക്ക് പട്ടിക രൂപത്തിൽ അവതരിപ്പിക്കാവുന്നതാണ്. അപ്പൊ 4 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കി. ടൈപ്സ് ഓഫ് ക്ലാസിഫിക്കേഷനിൽ 1 ക്വാളിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, ഗുണനാത്മകമായ തരംതിരിക്കൽ. 2 ക്വാണ്ടിറ്റേറ്റീവ് ക്ലാസിഫിക്കേഷൻ, പരിണാത്മകമായ തരംതിരിക്കൽ. 3 ടെമ്പറൽ ഓർ ക്രോണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, കാലക്രമത്തിനനുസരിച്ചുള്ള തരംതിരിക്കൽ. 3 സ്പേഷ്യൽ ഓർ ജിയോഗ്രാഫിക്കൽ ക്ലാസിഫിക്കേഷൻ, ഭൂമിശാസ്ത്രപരമായ തരംതിരിക്കൽ. ഇത്രയും കാര്യങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങൾ ഈ ഒരു ടേബുലർ പ്രസന്റേഷൻ ഓൺ ഡാറ്റ അഥവാ ടേബുലർ പ്രസന്റേഷനിൽ പട്ടിക രൂപത്തിലുള്ള ഡാറ്റയുടെ അവതരണം എന്ന് പറയുന്ന ടോപ്പിക്കിൽ പഠിക്കേണ്ടത്. പിന്നീട് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ 3ാമത് പഠിക്കാനായി കൊടുത്തിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്? ടേബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പാർട്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ, ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ പറ്റിയിട്ടാണ് പിന്നീട് നിങ്ങൾ ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ 3ാമത് പഠിക്കേണ്ടത്. ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളെ പറ്റിയിട്ടാണ്, പ്രധാനപ്പെട്ട 8 ഭാഗങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഒരു നല്ലൊരു പട്ടികയ്ക്ക്, നല്ലൊരു ടേബിളിന് പ്രധാനമായിട്ടും 8 ഭാഗങ്ങളാണ് ഉണ്ടായിരിക്കുക. 8 പാർട്ടുകളാണ് ഒരു പട്ടികയ്ക്ക് പ്രധാനമായിട്ടും ഉണ്ടാവുക. ഏതൊക്കെയാണ് ഒരു പട്ടികയുടെ 8 ഭാഗങ്ങൾ? 1 ടേബിൾ നമ്പർ, 2 ടൈറ്റിൽ, 3 കോളം ഹെഡിങ്, 4 റോ ഹെഡിങ്,
5 ബോഡി ഓഫ് ദി ടേബിൾ, 6 യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, 7 സോഴ്സ്, 8 ഫുട് നോട്ട്. ഇങ്ങനെ 8 കാര്യങ്ങളാണ് ഒരു പട്ടികയിൽ പ്രധാനമായിട്ട് ഉണ്ടായിരിക്കുക, ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. അപ്പോ ഈ ഒരു പട്ടികയുടെ 8 ഭാഗങ്ങൾ കാണിക്കുന്ന ഒരു ഇമേജ് ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടാവും, ഒരു ചിത്രം നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. ആ ചിത്രത്തിൽ ഈ 8 ഭാഗങ്ങളും ഒരു പട്ടിക എവിടേക്കാണ് വരിക എന്ന് ആ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. അപ്പോ ഒരു പട്ടികയുടെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം എന്താണ്? ടേബിൾ നമ്പർ, പട്ടികയുടെ നമ്പർ. എല്ലാ പട്ടികകൾക്കും ടേബിളിനും ഒരു നമ്പർ ഉണ്ടായിരിക്കും. ടേബിളിനെ മറ്റുള്ള ടേബിളിൽ നിന്നും മറ്റുള്ള പട്ടികകളിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടേബിളുകൾക്ക് നമ്പർ കൊടുക്കുന്നത്. നമ്മൾ ടേബിളുകൾക്ക് നമ്പർ കൊടുക്കുന്നത് അസെൻഡിങ് ഓർഡറിലായിരിക്കും. 1, 2, 3 അങ്ങനെ അസെൻഡിങ് ഓർഡറിൽ, അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് നമ്പേഴ്സ്. സബ്സ്ക്രിപ്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2.1, 2.1, 3.2, 3.2 അങ്ങനെ അസെൻഡിങ് ഓർഡറിലും സബ്സ്ക്രിപ്റ്റ് നമ്പേഴ്സ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്? ടേബിളിന് നമ്പർ കൊടുക്കാറുണ്ട്. അപ്പോ ഒരു ടേബിളിനെ, ഒരു പട്ടികയെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കും? പട്ടികയ്ക്ക് ഒരു നമ്പർ കൊടുക്കും. അതിനെയാണ് നമ്മൾ ടേബിൾ നമ്പർ എന്ന് വിളിക്കുന്നത്. ടേബിൾ നമ്പർ സാധാരണയായിട്ട് ഒരു പട്ടികയുടെ മുകളിലാണ് ഉണ്ടാവുക. അതാണ് ടേബിൾ നമ്പർ. രണ്ടാമത്തെ ഭാഗം എന്താണ്? ഒരു പട്ടികയുടെ രണ്ടാമത്തെ ഭാഗം എന്താണ്? ടൈറ്റിൽ, ശീർഷകം. നമ്മളൊരു പട്ടികയിൽ ഒരു ടേബിളിൽ ഉൾപ്പെടുത്തിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഷോർട്ട് ഡിസ്ക്രിപ്ഷൻ ആണ് എന്ത്? ടൈറ്റിൽ അഥവാ ശീർഷകം. നമ്മളൊരു പട്ടികയിൽ ഉൾപ്പെടുത്തിയ വിവരങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ വിവരണമാണ് ആ പട്ടികയുടെ ടൈറ്റിൽ അഥവാ തലക്കെട്ട് അഥവാ ശീർഷകം. അതാണ് ടൈറ്റിൽ. ടൈറ്റിലാണ് ഒരു പട്ടികയുടെ രണ്ടാമത്തെ ഭാഗം. മൂന്നാമത്തെ എന്താണ്? കോളം ഹെഡിങ്. കോളം ഹെഡിങ്. നമുക്കറിയാം പട്ടികകൾക്ക് കോളങ്ങൾ ഉണ്ടായിരിക്കും. ഈ കോളത്തിൽ എന്ത് വിവരമാണോ നമ്മൾ കൊടുത്തത് അതുമായി ബന്ധപ്പെട്ട തലക്കെട്ടായിരിക്കും കോളം ഹെഡിങ്ങിൽ നമ്മൾ കൊടുക്കുക, കോളത്തിന്റെ ഹെഡിങ് ആയിട്ട് നമ്മൾ കൊടുക്കുക. അപ്പോൾ പട്ടികയിലുള്ള കോളത്തിന് കൊടുക്കുന്ന ഹെഡിങ് ആണ്, തലക്കെട്ടാണ് കോളം ഹെഡിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തെന്താണ്? റോ ഹെഡിങ്. കോളങ്ങൾക്ക് ഹെഡിങ് കൊടുത്തതുപോലെ തന്നെ റോകൾക്കും, നിരകൾക്കും, പട്ടികയിലുള്ള നിരകൾക്കും റോയ്ക്കും എന്ത് കൊടുക്കും? ഹെഡിങ് കൊടുക്കും. നമ്മൾ നിരയിൽ എന്ത് വിവരമാണോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആ വിവരവുമായി ബന്ധപ്പെട്ട തലക്കെട്ടായിരിക്കും നമ്മൾ റോ ഹെഡിങ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ അതാണ് റോ ഹെഡിങ്. ഇനി ഒരു പട്ടികയുടെ അഞ്ചാമത്തെ ഭാഗം എന്താണ്? ബോഡി ഓഫ് ദി ടേബിൾ. ബോഡി ഓഫ് ദി ടേബിൾ അഥവാ ഇതിനെ ബോഡി എന്ന് വിളിക്കും. എന്താണ് ബോഡി ഓഫ് ദി ടേബിൾ അഥവാ ബോഡി എന്ന് പറഞ്ഞാൽ? ദ ന്യൂമറിക്കൽ വാല്യൂ ഓഫ് എ ടേബിൾ ഇസ് നോൺ ആസ് ബോഡി ഓഫ് ദി ടേബിൾ. പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഖ്യാപരമായിട്ടുള്ള വിവരങ്ങളെയാണ് നമ്മൾ ബോഡി ഓഫ് ദി ടേബിൾ അഥവാ ബോഡി എന്ന് വിളിക്കുന്നത്. ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സംഖ്യാപരമായിട്ടുള്ള വിവരങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബോഡി ഓഫ് ടേബിൾ അഥവാ ബോഡി എന്ന് വിളിക്കുന്നത്. അതാണ് ബോഡി ഓഫ് ദി ടേബിൾ. അതാണ് ഒരു പട്ടികയുടെ അഞ്ചാമത്തെ ഭാഗം. ആറാമത്തെ ഭാഗം എന്താണ്? യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. എന്താണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ? ഒരു പട്ടിക നിർമ്മിച്ചപ്പോൾ നമ്മൾ ആ പട്ടികയിൽ എന്താണോ കണ്ടെത്തിയത് അതാണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പട്ടികയിൽ ടോട്ടലാണ് കണ്ടെത്തിയതെങ്കിൽ ടോട്ടലാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. പട്ടിക ഉപയോഗിച്ചിട്ട് നമ്മൾ ആവറേജ് ആണ്, ശരാശരിയാണ് കണ്ടെത്തിയതെങ്കിൽ ആവറേജ് ആണ് നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. അപ്പൊ എന്താണ് യൂണിറ്റ് ഓഫ് മെഷർമെന്റ് എന്ന് പറഞ്ഞാൽ? നമ്മൾ ആ പട്ടിക ഉപയോഗിച്ചിട്ട് എന്താണോ കണ്ടെത്തിയത്, എന്താണോ നമ്മുടെ ഫൈൻഡിങ്സ്, എന്താണോ നമ്മുടെ ഉത്തരം, അതാണ് നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ്. ടോട്ടലാണ് കണ്ടെത്തിയതെങ്കിൽ നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ടോട്ടലാണ്. ആവറേജ് ആണ് നമ്മൾ കണ്ടെത്തിയതെങ്കിൽ നമ്മുടെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് ആവറേജ് ആണ്. അങ്ങനെ യൂണിറ്റ് ഓഫ് മെഷർമെന്റ് കഴിഞ്ഞാൽ പട്ടികയുടെ അടുത്ത ഭാഗം എന്താണ്? സോഴ്സ്, ഉറവിടം. എന്താണ് സോഴ്സ് അഥവാ ഉറവിടം എന്ന് പറഞ്ഞാൽ? ആ പട്ടിക, നമ്മൾ നിർമ്മിച്ചിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള വിവരം, ഡാറ്റ നമുക്ക് എവിടുന്നാണോ ലഭിച്ചിട്ടുള്ളത് അതിന്റെ ഉറവിടമാണ് നമ്മൾ സോഴ്സിൽ എഴുതി വെക്കുക. നമ്മൾ നിർമ്മിച്ചിട്ടുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് എവിടുന്നാണോ ലഭിച്ചിട്ടുള്ളത് ആ സ്രോതസ്സാണ്, ആ വിവരത്തിന്റെ സ്രോതസ്സാണ്, ഉറവിടമാണ് നമ്മൾ സോഴ്സിൽ എഴുതി വെക്കുക. അടുത്ത ഭാഗം എന്താണ്? അവസാനത്തെ ഒരു പട്ടികയുടെ ഭാഗം എന്താണ്? ഫുട് നോട്ട്, അടിക്കുറിപ്പ് എന്ന് വിളിക്കും. ഫുട് നോട്ട്. എന്താണ് ഫുട് നോട്ട് എന്ന് പറഞ്ഞാൽ? നമ്മുടെ പട്ടിക നോക്കുന്ന ആൾക്ക് പട്ടികയുമായി ബന്ധപ്പെട്ട് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ആ നോക്കുന്ന ആളോട് പറയാനുണ്ടെങ്കിൽ, നമ്മുടെ പട്ടിക നോക്കുന്ന ആൾക്കാരോട് പട്ടികയുമായി സംബന്ധിച്ച് നമുക്ക് അഡീഷണൽ ആയിട്ട്, അധികമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് നമ്മൾ ഫുട് നോട്ടിൽ എഴുതി വെക്കും. അതിനാണ് നമ്മൾ ഫുട് നോട്ട് ഉപയോഗിക്കുക. അപ്പൊ ഫുട് നോട്ടാണ് പട്ടികയുടെ 8ാമത്തെ ഭാഗം. അപ്പൊ പട്ടികയുടെ 8 ഭാഗങ്ങൾ നമ്മൾ നോക്കി. 1 ടേബിൾ നമ്പർ, 2 ടൈറ്റില്, 3 കോളം ഹെഡിങ്, 4 റോ ഹെഡിങ്, 5 ബോഡി ഓഫ് ദി ടേബിൾ, 6 യൂണിറ്റ് ഓഫ് മെഷർമെന്റ്, 7 സോഴ്സ്, 8 ഫുട് നോട്ട്.
അപ്പൊ ഇതാണ് ഈ ടാബുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് പാർട്സ് ഓഫ് എ ടേബിൾ. ഒരു ടേബിളിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ടത്. പിന്നീട് ഈ ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയിൽ 4ാമത് പഠിക്കാൻ കൊടുത്തിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ്? ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓർ ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ഡയഗ്ര രൂപത്തിലുള്ള അവതരണം അഥവാ ഗ്രാഫ് രൂപത്തിലുള്ള അവതരണം. നമ്മൾ ടെക്സ്റ്റ് രൂപത്തിൽ എങ്ങനെയാണ് വിവരങ്ങൾ അവതരിപ്പിക്കുക എന്ന് നോക്കി, പട്ടിക രൂപത്തിൽ എങ്ങനെയാണ് വിവരങ്ങൾ അവതരിപ്പിക്കുക എന്ന് നോക്കി. ഇങ്ങനെ ടെക്സ്റ്റ് രൂപത്തിലും പട്ടിക രൂപത്തിലും വിവരങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിവരങ്ങൾ അവതരിപ്പിക്കാൻ, ഡാറ്റ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന 3ാമത്തെ മെത്തേഡാണെന്ത്? ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ ഓഫ് ഡാറ്റ. ഡാറ്റയുടെ ഡയഗ്ര രൂപത്തിലുള്ള അഥവാ ഗ്രാഫ് രൂപത്തിലുള്ള അവതരണം. എഴുത്ത് രൂപത്തിലുള്ള അവതരണത്തിനേക്കാളും പട്ടിക രൂപത്തിലുള്ള അവതരണത്തിനേക്കാളും ആൾക്കാർക്ക് കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡയഗ്ര രൂപത്തിലും ഗ്രാഫ് രൂപത്തിലും വിവരങ്ങൾ അവതരിപ്പിക്കുമ്പോഴാണ്. ഇങ്ങനെ ഡയഗ്ര രൂപത്തിലും ഗ്രാഫ് രൂപത്തിലും വിവരങ്ങൾ നമ്മൾ വരച്ച് അവതരിപ്പിക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും നമ്മൾ. എഴുത്ത് രൂപത്തിലുള്ള അവതരണത്തിനേക്കാളും പട്ടിക രൂപത്തിലുള്ള അവതരണത്തിനേക്കാളും വിവരങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഡയഗ്ര രൂപത്തിൽ അവതരിപ്പിക്കുമ്പോഴാണ്, ഗ്രാഫ് രൂപത്തിലൊക്കെ വരച്ച് അവതരിപ്പിക്കുമ്പോഴാണ്. ആ അവതരണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ അഥവാ ഇതിനെ ഗ്രാഫ് രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കും. അപ്പൊ ഇങ്ങനെ ഡയഗ്ര രൂപത്തിലും ഗ്രാഫ് രൂപത്തിലും വിവരങ്ങൾ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ഡയഗ്രാമാറ്റിക് പ്രസന്റേഷൻ അഥവാ ഡാറ്റയുടെ ഡയഗ്ര രൂപത്തിലുള്ള അവതരണം എന്ന് വിളിക്കുന്നത്. പ്രധാനമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സിൽ 3 തരത്തിലുള്ള ഡയഗ്രമാണ് ഉപയോഗിക്കുന്നത്. ഏതൊക്കെയാണ് 3 തരത്തിലുള്ള ഡയഗ്രാം? 1 ജിയോമെട്രിക് ഡയഗ്രാം, ജാമിതീയ ഡയഗ്രാം. 2 ഫ്രീക്വൻസി ഡയഗ്രാം, ആവൃത്തി ഡയഗ്രാം. 3 അരിതമാറ്റിക് ലൈൻ ഗ്രാഫ്, ഗണിതരേഖ ഗ്രാഫുകൾ. 3 തരത്തിലുള്ള ഡയഗ്രമാണ്, 3 തരത്തിലുള്ള ഡയഗ്രങ്ങളാണ് വിവരങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉപയോഗിക്കുന്നത്. 1 ജിയോമെട്രിക് ഡയഗ്രാം, ജാമിതീയ ഡയഗ്രാം. 2 ഫ്രീക്വൻസി ഡയഗ്രാം, ആവൃത്തി ഡയഗ്രാം. 3 അരിതമാറ്റിക് ലൈൻ ഗ്രാഫ്, ഗണിതരേഖ ഗ്രാഫുകൾ. ഇതില് നമ്മൾ ജിയോമെട്രിക് ഡയഗ്രത്തിനെ പറ്റിയിട്ടാണ്, ജാമിതീയ ഡയഗ്രത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ജിയോമെട്രിക് ഡയഗ്രത്തിനെ, ജാമിതീയ ഡയഗ്രത്തിനെ 2ആയി തരംതിരിക്കുന്നു. 1 ബാർ ഡയഗ്രാം, 2 പൈ ഡയഗ്രാം. ജിയോമെട്രിക് ഡയഗ്രത്തിനെ 2ആയി തരംതിരിക്കുന്നു. 1 ബാർ ഡയഗ്രാം, 2 പൈ ഡയഗ്രാം. ബാർ ഡയഗ്രത്തിനെ 3ആയി തരംതിരിക്കുന്നു. 1 സിമ്പിൾ ബാർ ഡയഗ്രാം, 2 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, 3 കോമ്പണന്റ് ബാർ ഡയഗ്രാം. ജിയോമെട്രിക് ഡയഗ്രത്തിനെ 2ആയി തരംതിരിക്കുന്നു. ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ബാർ ഡയഗ്രത്തിനെ 3ആയി തരംതിരിക്കുന്നു. 1 സിമ്പിൾ ബാർ ഡയഗ്രാം, 2 മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, 3 കോമ്പണന്റ് ബാർ ഡയഗ്രാം. ആദ്യം നമുക്ക് എന്താണ് സിമ്പിൾ ബാർ ഡയഗ്രാം? ബാർ ഡയഗ്രത്തിനെ പറ്റി നോക്കാം. ബാർ ഡയഗ്രത്തിൽ വരുന്ന 1ാമത്തെ ഡയഗ്രമാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. എന്താണ് സിമ്പിൾ ബാർ ഡയഗ്രാം? സിമ്പിൾ ബാർ ഡയഗ്രാം യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് ഓർ പ്രസന്റിംഗ് 1 വേരിയബിൾ ഓർ 1 ഡാറ്റ. ഒരു വേരിയബിൾ, ഒരു ഡാറ്റ മാത്രം അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്രമാണെന്ത്? സിമ്പിൾ ബാർ ഡയഗ്രാം. ഒരു വേരിയബിൾ അഥവാ ഒരു ഡാറ്റ, ഒരു വിവരം മാത്രം അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാർ ഡയഗ്രാം ആണെന്ത്? സിമ്പിൾ ബാർ ഡയഗ്രാം. സിമ്പിൾ ബാർ ഡയഗ്രാമിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ സിമ്പിൾ ബാർ ഡയഗ്രാമിൽ നമ്മൾ ഒരു വേരിയബിൾ, ഒരു ഡാറ്റ മാത്രമേ അവതരിപ്പിക്കുള്ളൂ. കുട്ടികളുടെ മാർക്കാണെങ്കിൽ കുട്ടികളുടെ മാർക്കുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മൾ ഡയഗ്രാം വരയ്ക്കുക. അതാണ് സിമ്പിൾ ബാർ ഡയഗ്രാം. അപ്പൊ സിമ്പിൾ ബാർ ഡയഗ്രത്തിൽ നമ്മൾ ഒരു ഡാറ്റ മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ, ഒരു വിവരം മാത്രമേ അവതരിപ്പിക്കുന്നുള്ളൂ. അതിനെയാണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. ഒരു വിവരം മാത്രം അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പോ സിമ്പിൾ ബാർ ഡയഗ്രാം നമ്മൾ 1 വേരിയബിൾ, 1 ഡാറ്റ, ഒരു വേരിയബിൾ അഥവാ ഒരു വിവരം മാത്രം, ഒരു ഡാറ്റ മാത്രം അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡയഗ്രമാണെന്ത്? സിമ്പിൾ ബാർ ഡയഗ്രാം. അപ്പൊ സിമ്പിൾ ബാർ ഡയഗ്രാം കഴിഞ്ഞ 2ാമത്തെ ബാർ ഡയഗ്രാം എന്താണ്? നമ്മൾ ഈ ബാർ ഡയഗ്രാമിനൊക്കെ തിയററ്റിക്കൽ ആയിട്ടല്ല പഠിച്ചു വെക്കേണ്ടത്. സിമ്പിൾ ബാർ ഡയഗ്രാം എന്താണ്, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്താണ്, കോമ്പണന്റ് ബാർ ഡയഗ്രാം എന്താണ്, പൈ ഡയഗ്രാം എന്താണ്, അതിന്റെ തിയറി പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ എങ്ങനെയാണ് സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക, എങ്ങനെയാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക, എങ്ങനെയാണ് കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുക, എങ്ങനെയാണ് പൈ ഡയഗ്രാം വരയ്ക്കുക, ഈ 4 ഡയഗ്രാം എങ്ങനെയാണ് വരയ്ക്കേണ്ടത് എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും പഠിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഈ വീഡിയോയുടെ അവസാനത്തിൽ നമ്മൾ മുൻകാല പരീക്ഷയിൽ സിമ്പിൾ ബാർ ഡയഗ്രാമും മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമും കോമ്പണന്റ് ബാർ ഡയഗ്രാമും പൈ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഈ 4 ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ട് മുൻകാല പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ആ 4 ഡയഗ്രാം നമ്മൾ ആ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് വരയ്ക്കുന്നുണ്ട് ഈ വീഡിയോയുടെ അവസാനം. അപ്പൊ ഈ വീഡിയോയുടെ അവസാനം നിങ്ങൾ അവസാനം വരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക.
അപ്പൊ സിമ്പിൾ ബാർ ഡയഗ്രാമിനെ പറ്റി പഠിച്ചു. അടുത്ത ബാർ ഡയഗ്രാം എന്തായിരുന്നു? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. എന്താ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം? സിമ്പിൾ ബാർ ഡയഗ്രാം ഒരു വേരിയബിൾ, ഒരു ഡാറ്റ, ഒരു വിവരം മാത്രം അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഡയഗ്രാം ആയിരുന്നുവെങ്കിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്തായിരിക്കും? ആ വാക്കിൽ തന്നെ ഉണ്ട് ഉത്തരം, മൾട്ടിപ്പിൾ. ഒന്നിൽ കൂടുതൽ വിവരങ്ങളെ, ഒന്നിൽ കൂടുതൽ വേരിയബിളിനെ, ഒന്നിൽ കൂടുതൽ ഡാറ്റയെ, ഒന്നിൽ കൂടുതൽ വിവരങ്ങളെ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്രാമാണ് ഇത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം യൂസ്ഡ് ഫോർ റെപ്രസെന്റിംഗ് മോർ ദാൻ വൺ വേരിയബിൾ ഓർ വൺ ഡാറ്റ. ഒന്നിൽ കൂടുതൽ വിവരങ്ങൾ, ഒന്നിൽ കൂടുതൽ ഡാറ്റയെ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്രാമാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമിന് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പൊ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം നമ്മൾ ഉദാഹരണത്തിന് കുട്ടികളുടെ മാർക്ക് മാത്രം അവതരിപ്പിക്കുകയാണെങ്കിൽ അതൊരു സിംഗിൾ ബാർ ഡയഗ്രാം, സിമ്പിൾ ബാർ ഡയഗ്രാം ആണ്. കുട്ടികളുടെ മാർക്കും അതുപോലെ തന്നെ അവരുടെ ഏജും വയസ്സും ഒരൊറ്റ ബാർ ഡയഗ്രാമിൽ തന്നെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ അതെന്തായി മാറും? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആയിട്ട് മാറും. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ വിവരങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാർ ഡയഗ്രാം ആണിത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. അതാണ് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. മൂന്നാമത്തെ ബാർ ഡയഗ്രാം എന്താണ്? കോമ്പണന്റ് ബാർ ഡയഗ്രാം. എന്താണ് കോമ്പണന്റ് ബാർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ? വിവരങ്ങളെ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാർ ഡയഗ്രാം ആണിത് കോമ്പണന്റ് ബാർ ഡയഗ്രാം. വിവരങ്ങളെ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് ഉപവിഭവങ്ങളാക്കി വരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഡയഗ്രാം ആണിത് കോമ്പണന്റ് ബാർ ഡയഗ്രാം. കോമ്പണന്റ് ബാർ ഡയഗ്രാം തന്നെ നമ്മൾ സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം എന്ന പേരിലും അറിയപ്പെടും. കോമ്പണന്റ് ബാർ ഡയഗ്രാമിന് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ കോമ്പണന്റ് ബാർ ഡയഗ്രാമിൽ നമ്മൾ വിവരങ്ങളെ സബ് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ വിവരങ്ങളെ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട്, ഡാറ്റയെ സബ് ഡിവൈഡ് ചെയ്തുകൊണ്ട് അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ബാർ ഡയഗ്രാം ആണിത് ഈ കോമ്പണന്റ് ബാർ ഡയഗ്രാം. കോമ്പണന്റ് ബാർ ഡയഗ്രാമത്തിനെ തന്നെ നമ്മൾ സബ് ഡിവൈഡ് ബാർ ഡയഗ്രാം എന്ന പേരിലും അറിയപ്പെടും. അപ്പൊ ജിയോമെട്രിക് ഡയഗ്രത്തിലെ ബാർ ഡയഗ്രത്തിനെ പറ്റി നോക്കി. ജിയോമെട്രിക് ഡയഗ്രത്തിനെ രണ്ടായി തരംതിരിച്ചിരുന്നു. ഒന്ന് ബാർ ഡയഗ്രാമും രണ്ട് പൈ ഡയഗ്രാം. ബാർ ഡയഗ്രത്തിനെ മൂന്നായി തരംതിരിക്കുന്നു. ഒന്ന് സിമ്പിൾ ബാർ ഡയഗ്രാം, രണ്ട് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, മൂന്ന് കോമ്പണന്റ് ബാർ ഡയഗ്രാം. ഇതിന്റെയൊക്കെ ഷേപ്പും നമ്മൾ നോക്കി, ഇതിന്റെയൊക്കെ എക്സാമ്പിളും നമ്മൾ നോക്കി. ഇനി വരുന്നത് നമ്മൾ പറഞ്ഞു ജിയോമെട്രിക് ഡയഗ്രത്തിനെ രണ്ടായി തരംതിരിക്കുന്നു. അതിൽ ബാർ ഡയഗ്രാം നോക്കി. അടുത്തേതാണ് പൈ ഡയഗ്രാം. പൈ ഡയഗ്രാമത്തിൽ നമ്മൾ ബാറുകളായിട്ടല്ല നമ്മൾ ഗ്രാഫ് വരയ്ക്കുന്നത്, വൃത്താകൃതിയിലാണ് ഗ്രാഫ് വരയ്ക്കുന്നത്. ഇങ്ങനെ വൃത്താകൃതിയിൽ ഗ്രാഫ് വരയ്ക്കുന്ന, ഡയഗ്രാം വരയ്ക്കുന്ന അതിനെയാണ് നമ്മൾ പൈ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. വൃത്താകൃതിയിൽ ഡയഗ്രാം വരയ്ക്കുന്നതിനെയാണ്, വൃത്താകൃതിയിലുള്ള ഡയഗ്രത്തിനെയാണ് നമ്മൾ പൈ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. പൈ ഡയഗ്രത്തിന് ഒരു എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ടാവും. പൈ ഡയഗ്രത്തിന്റെ ഷേപ്പ് വൃത്താകൃതിയാണ്. ഇങ്ങനെ വൃത്താകൃതിയിൽ വരയ്ക്കുന്ന ഡയഗ്രത്തിനെയാണ് നമ്മൾ പൈ ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജിയോമെട്രിക് ഡയഗ്രത്തിനെ പറ്റി, ജിയോമെട്രിക് ഡയഗ്രത്തിലെ പൈ ഡയഗ്രത്തിന് അതിന്റെ ഷേപ്പ്, നമ്മൾ അതിന്റെ ആകൃതി നമ്മൾ നോക്കി. അപ്പോൾ ജിയോമെട്രിക് ഡയഗ്രത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിന്റെ ഫോക്കസ് ഏരിയയുടെ പാർട്ട് 1 വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള ഡയഗ്രാമാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ അവതരിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് ജിയോമെട്രിക് ഡയഗ്രാം, ജാമിതീയ ഡയഗ്രാം, രണ്ട് ഫ്രീക്വൻസി ഡയഗ്രാം, ആവർത്തി ഡയഗ്രാം, മൂന്ന് അരിതമാറ്റിക് ലൈൻ ഗ്രാഫ്, ഗണിതരേഖ ഗ്രാഫുകൾ. അതിൽ ജിയോമെട്രിക് ഡയഗ്രത്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ചാപ്റ്ററിന്റെ പാർട്ട് 1 വീഡിയോയിൽ പഠിച്ചത്. ജിയോമെട്രിക് ഡയഗ്രത്തിനെ രണ്ടായി തരംതിരിക്കുന്നു, ബാർ ഡയഗ്രാം, പൈ ഡയഗ്രാം. ബാർ ഡയഗ്രത്തിനെ മൂന്നായി തരംതിരിക്കുന്നു, സിമ്പിൾ ബാർ ഡയഗ്രാം, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം, കോമ്പണന്റ് ബാർ ഡയഗ്രാം. അപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാമിന്റെ എന്താണെന്ന് നോക്കി, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എന്താണെന്ന് നോക്കി, കോമ്പണന്റ് ബാർ ഡയഗ്രാം എന്താണെന്ന് നോക്കി, പൈ ഡയഗ്രാം എന്താണെന്ന് നോക്കി. ഇനി ഈ 4 ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് മുൻകാല പരീക്ഷയിൽ ഈ 4 ഡയഗ്രാം വരയ്ക്കാൻ പറയുന്ന ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ 4 ഡയഗ്രാമുകളും എങ്ങനെയാണ് വരയ്ക്കുക എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. 2014 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് സിമ്പിൾ ബാർ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. Given below are the seats won by different political parties of a state assembly election. ഒരു സംസ്ഥാനത്തിലെ ഇലക്ഷന് ജയിച്ച വിവിധ പാർട്ടികൾക്ക് കിട്ടിയ സീറ്റുകളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. പൊളിറ്റിക്കൽ പാർട്ടി, രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയ ഇലക്ഷന് കിട്ടിയ സീറ്റുകളുമായി ബന്ധപ്പെട്ട പട്ടികയാണ് നമുക്ക് തന്നിട്ടുള്ളത്. പട്ടികയുടെ ആദ്യത്തെ കോളത്തിൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, രണ്ടാമത്തെ കോളത്തിൽ സീറ്റ്സ് വൺ ഉണ്ട്. പട്ടികയുടെ ആദ്യത്തെ കോളത്തിൽ, ടേബിളിന്റെ ആദ്യത്തെ കോളത്തിൽ വിവിധ പാർട്ടികളുടെ പേര് ABCDE ഇങ്ങനെ 5 പാർട്ടികളുടെ പേര് കൊടുത്തിട്ടുണ്ട്. ആ 5 പാർട്ടികൾക്കും കിട്ടിയ സീറ്റിന്റെ എണ്ണം കൊടുത്തിട്ടുണ്ട്. A എന്ന് പറയുന്ന പാർട്ടിക്ക് 75 സീറ്റ് കിട്ടി, B എന്ന് പറയുന്ന പാർട്ടിക്ക് 55 സീറ്റ് കിട്ടി, C എന്ന് പറയുന്ന പാർട്ടിക്ക് 37 സീറ്റ് കിട്ടി, D എന്ന് പറയുന്ന പാർട്ടിക്ക് 29 സീറ്റ് കിട്ടി, E എന്ന് പറയുന്ന പാർട്ടിക്ക് 10 സീറ്റ് കിട്ടി. ഇങ്ങനെ പാർട്ടികൾ അവരുടെ സീറ്റും നമുക്ക് ആ ടേബിളിൽ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് എന്താ പറയുന്നത്, പ്രിപ്പയർ എ സിമ്പിൾ ബാർ ഡയഗ്രാം. ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം തയ്യാറാക്കാനാണ് നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്.
അപ്പോൾ സിമ്പിൾ ബാർ ഡയഗ്രാം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. സിമ്പിൾ ബാർ ഡയഗ്രത്തിന്റെ ഹെഡിങ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ബാർ ഡയഗ്രാം. അതിനുശേഷം ഞാനൊരു ഗ്രാഫ് വരച്ചിട്ടുണ്ട്. നമുക്കറിയാം ഗ്രാഫിന്റെ താഴെയുള്ള ഏരിയനെ നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഏരിയനെ നമ്മൾ എക്സ് ആക്സിസ് എക്സ് അക്ഷം എന്നാ പറയാം. വെർട്ടിക്കൽ ആയിട്ട് കിടക്കുന്ന ഈ ഏരിയനെ നമ്മൾ വൈ അക്ഷം എന്നാ പറയാം. എക്സ് ആക്സിസിൽ ഞാൻ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. എ ബി സി ഡി ഇ അങ്ങനെ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ പേര് ഞാൻ എക്സ് അക്ഷത്തിൽ എഴുതിയിട്ടുണ്ട്. വൈ അക്ഷത്തിൽ ഞാൻ സീറ്റുകളുടെ എണ്ണം 75 സീറ്റാണ് മാക്സിമം കിട്ടിയത്. ഞാനപ്പോ 10, 20, 30, 40, 50, 60, 70, 80 അങ്ങനെ വൈ അക്ഷത്തിൽ ഞാൻ 80 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ്സ് കൊണ്ട് ഓരോ പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടിയ സീറ്റ് അത് അടയാളപ്പെടുത്താൻ ഞാൻ വൈ അക്ഷമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഇനി നമുക്ക് ഈ ഒരു ടേബിൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരു സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കണം. എ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് എത്ര സീറ്റാ കിട്ടിയത്? 75 ആണ്. അപ്പോ എന്റെ നമ്മൾ അടയാളപ്പെടുത്തണം. എ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടിയത് എത്രയാണ്? 75 സീറ്റാണ്. എ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 75 സീറ്റാണ് വരുന്നത്. വൈ അക്ഷത്തിൽ 75 എവിടെ വരുന്നത്? 70നും 80നും നടുക്കാണ് 75 വരിക. അതായത് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് എന്ത് വരിക? 75 വരിക. അപ്പോ എ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് കിട്ടിയത് എത്ര സീറ്റാണ്? 75 സീറ്റാണ്. അത് നമ്മൾ എന്റെ അവിടെ അടയാളപ്പെടുത്തണം. ഇങ്ങനെ ഒരു ബാർ നമ്മൾ വരയ്ക്കും. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. ഇനി അടുത്ത ബിന്റെ അടയാളപ്പെടുത്തണം. ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് എത്ര കിട്ടിയത്? 55 സീറ്റാണ്. അപ്പൊ 55 എവിടെ വരിക? 50നും 60നും ഇടയ്ക്കാണ് 55 വരിക. ബിന്റെയാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. ബി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 55 സീറ്റാണ് കിട്ടിയത്. 50 എന്ന് പറയുന്ന സീറ്റ് വൈ അക്ഷത്തിലെ 50നും 60നും നടുവിലാണ് വരിക, സെന്ററിലാണ് വരിക. അപ്പൊ 55 നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ആ 55 നമുക്ക് കിട്ടിയ ബി എന്ന് പറയുന്ന പാർട്ടിയെ നമുക്ക് അടയാളപ്പെടുത്തണം. നമ്മൾ ബിന്റെ അവിടെ ഒരു ബാർ വരയ്ക്കും. അപ്പോ ബിന്റെ നമ്മൾ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്ത ആരാണ്? സി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് എത്ര കിട്ടിയത്? 37 സീറ്റാണ് കിട്ടിയത്. 37 എവിടെ സിന്റെയാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. സി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 37 സീറ്റാണ് കിട്ടിയത്. 37 എന്ന് പറയുന്നത് എവിടെയായിട്ട് വരിക? 40ന്റെ തൊട്ട് താഴെ ആയിട്ടാണ്, ഏകദേശം ഇവിടെ ആയിട്ടാണ് 37 വരിക. അപ്പോ സി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 37 സീറ്റാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ സിന്റെ അടയാളപ്പെടുത്താൻ പോവാണ്. 37 സിന്റെ അടയാളപ്പെടുത്തി. ഇനി അടുത്തത് ഡി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഡിന്റെയാണ് നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. ഡി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 29 സീറ്റാണ് കിട്ടിയത്. 29 എവിടെയായിട്ട് വരിക? 30ന്റെ തൊട്ട് താഴെ ആയിട്ടാണ് 29 വരിക. ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പൊ നമ്മൾ ഡി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിന്റെ അവിടെ ഒരു ബാർ വരയ്ക്കുക. അപ്പൊ ഡിന്റെ അടയാളപ്പെടുത്തി ബാർ നമ്മൾ വരച്ചു. ഇനി അടുത്ത് ഇ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടി. ഇ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് 10 സീറ്റാണ് കിട്ടിയത്. 10 ഇ എന്ന് പറയുന്ന പാർട്ടീനെ അടയാളപ്പെടുത്താൻ പോവാണ്. 10 എവിടെ എങ്ങനെയായിട്ട് വരിക? ഏകദേശം ഇവിടെ ആയിട്ട് വരും. അപ്പോ ഇ എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിന്റെ സീറ്റ് നമ്മൾ കിട്ടിയ സീറ്റ് അടയാളപ്പെടുത്തി. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബാറുകളുടെ മുകളിൽ ഈ എ എന്ന് പറയുന്ന പാർട്ടിക്കും ബി എന്ന് പറയുന്ന പാർട്ടിക്കും സി എന്ന് പറയുന്ന പാർട്ടിക്കും ഡി എന്ന് പറയുന്ന പാർട്ടിക്കും ഇ എന്ന് പറയുന്ന പാർട്ടിക്കും കിട്ടിയ വോട്ടുകളുടെ എണ്ണം, വോട്ടുകളുടെ എണ്ണം അല്ല സീറ്റുകളുടെ എണ്ണം നമുക്ക് വേണമെങ്കിൽ അടയാളപ്പെടുത്താം. എ എന്ന് പറയുന്ന പാർട്ടിക്ക് 75 സീറ്റാണ്. അത് ആ എ എന്ന് പറയുന്ന പാർട്ടിയുടെ മുകളിലുള്ള ബാറിന്റെ മുകളിൽ എഴുതുക 75. നിർബന്ധമല്ല, ഇത് വേണമെങ്കിൽ എഴുതിയാൽ മതി. ബിക്ക് 55 കിട്ടിയത്, സിക്ക് 37 കിട്ടിയത്, ഡിക്ക് 29 കിട്ടിയത്, ഇക്ക് 10 കിട്ടിയത്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ബാറുകൾക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. വേണമെങ്കിൽ ഈ നിർബന്ധമല്ല, ഷെയ്ഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. പെൻസിൽ കൊണ്ടൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 2 മാർക്ക് കിട്ടും. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് 2018 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് 5 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ഡ്രോ എ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം. ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ ടേബിളിൽ നമുക്ക് തന്നിട്ടുണ്ട്. വിവരങ്ങൾ നമുക്കൊരു ടേബിളിൽ തന്നിട്ടുണ്ട്, ഒരു പട്ടികയിൽ തന്നിട്ടുണ്ട്. ഇതിലെന്താ തന്നിട്ടുള്ളത്?
ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന രണ്ട് വിഷയത്തിൽ കിട്ടിയ പെർസെൻറ്റേജ് വിവിധ വർഷങ്ങളിലെ പെർസെൻറ്റേജ് ആണ് തന്നിട്ടുള്ളത്. അപ്പോ ഇതില് 3 കോളം ഉണ്ട്. ആദ്യത്തെ കോളത്തിൽ ഇയേഴ്സ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിൽ പെർസെൻറ്റേജ് ഫിസിക്സ് എന്ന് പറയുന്ന വിഷയത്തിലും കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിലും കിട്ടിയ പെർസെൻറ്റേജും കൊടുത്തിട്ടുണ്ട്. ഇയേഴ്സിൽ 2011, 2012, 2013, 2014, 2015 ഇങ്ങനെ 5 വർഷത്തെ ഫിസിക്സ് കെമിസ്ട്രി എന്ന് പറയുന്ന വിഷയത്തിൽ കിട്ടിയ പെർസെൻറ്റേജുകളാണ് താഴെ തന്നിട്ടുള്ളത്. ഫിസിക്സിന് 2011 80%, കെമിസ്ട്രിക്ക് 75%, 2012 ഫിസിക്സിന് 82%, കെമിസ്ട്രിക്ക് 80%, 2013 ഫിസിക്സിന് 85%, കെമിസ്ട്രിക്ക് 80%, 2014 ഫിസിക്സിന് 84%, കെമിസ്ട്രിക്ക് 82%, 2015 ഫിസിക്സിന് 85%, കെമിസ്ട്രിക്ക് 87%. ഇങ്ങനെയാണ് നമുക്ക് ഡാറ്റ കൊടുത്തിട്ടുള്ളത്. നമ്മളോട് ഈ ക്വസ്റ്റ്യനിൽ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യനിൽ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ഏത് ഡയഗ്രാം ആണ്, ഏത് ബാർ ഡയഗ്രാം ആണ് വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളോട് ക്വസ്റ്റ്യനിൽ ഡ്രോ എ ബാർ ഡയഗ്രാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളായിരുന്നുവെങ്കിൽ നമ്മൾ ഇത് എങ്ങനെയാണ് ഒരു മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലാക്കുക. ഇതില് നോക്കിയേ, 2 ഡാറ്റ, 2 വാല്യൂ, ഒന്നിൽ കൂടുതൽ ഡാറ്റയുള്ള, ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉള്ള, ഒന്നിൽ കൂടുതൽ വിവരങ്ങൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. ഇവിടെ ഒന്നിൽ കൂടുതൽ ഡാറ്റ ഉണ്ട്. ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും 2 ഡാറ്റ ഉണ്ട്, 2 വേരിയബിൾ ഉണ്ട്. ഫിസിക്സിന്റെ പെർസെന്റേജ് ഉണ്ട്, കെമിസ്ട്രിയുടെ പെർസെന്റേജ് ഉണ്ട്. അപ്പൊ ഇതിന് ആപ്ലിക്കബിൾ ആയിട്ട് സ്യൂട്ട് ആയിട്ടുള്ളത് ഏതാണ്? സിംഗിൾ ബാർ ഡയഗ്രാം അല്ല, മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. സിംഗിൾ ബാർ ഡയഗ്രാമിൽ നമ്മൾ 1 വേരിയബിൾ, 1 ഡാറ്റ, ഒരു വിവരം മാത്രമുള്ള, പിന്നെ ഒരു വിവരം മാത്രം അടയാളപ്പെടുത്താനായിട്ട് ഉപയോഗിക്കുന്ന ബാർ ഡയഗ്രാം ആണ് സിംഗിൾ ബാർ ഡയഗ്രാം. ഇതിൽ ഒന്നിൽ കൂടുതൽ ആണെങ്കിൽ നമ്മൾ അത് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഉപയോഗിക്കണം. ഇതിൽ ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും പെർസെന്റേജ് തരുന്നുണ്ട്, ഒന്നിൽ കൂടുതലാണ്. അപ്പൊ ഇതിന് ഉപയോഗിക്കേണ്ടത് ഏതാണ്? മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ആണ്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കല്. ഇനി മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാമിന്റെ ഫോർമാറ്റ് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. നമുക്കറിയാം, ഒരു ഗ്രാഫിന് 2 അക്ഷം ഉണ്ട്, 2 അക്ഷം ഉണ്ട്, എക്സ് അക്ഷം ഉണ്ട്, വൈ അക്ഷം ഉണ്ട്. ഹൊറിസോണ്ടൽ ഏരിയയിലാണ് എക്സ് അക്ഷം, വെർട്ടിക്കൽ ഏരിയയിൽ വൈ അക്ഷം. ഇവിടെ ഹൊറിസോണ്ടൽ ഏരിയ ആയ എക്സ് അക്ഷത്തിൽ ഞാൻ ഇയേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2011, 2012, 2013, 2014, 2015 അങ്ങനെ ഇയേഴ്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു വൈ അക്ഷത്തിൽ ഞാൻ പെർസെൻറ്റേജ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 10, 20, 30, 40, 50, 60, 70, 80, 90 അങ്ങനെ പെർസെൻറ്റേജ് അടയാളപ്പെടുത്താനായാണ് വൈ അക്ഷം ഞാൻ ഉപയോഗിക്കുന്നത്. എക്സ് അക്ഷത്തിന് ഞാൻ വർഷം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 2011 തൊട്ട് 2015 വരെ വർഷം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിസിക്സിന്റെയും കെമിസ്ട്രിന്റെയും പെർസെൻറ്റേജ് ബാർ ഡയഗ്രാം ആയിട്ട് ഇതിൽ വരയ്ക്കണം. എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ആദ്യം നമുക്ക് 2011 വർഷത്തിൽ നോക്കാം. 2011 വർഷത്തിൽ ഫിസിക്സിന് കിട്ടിയ പെർസെൻറ്റേജ് എത്രയാണ്? 80%. അപ്പൊ നമ്മൾ 80% എന്ന് പറയുന്നത് 90ന്റെ തൊട്ട് താഴെ 80 നമ്മൾ വൈ അക്ഷത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ഫിസിക്സിന്റെ അടയാളപ്പെടുത്താൻ പോവാണ്. ഫിസിക്സിന് കിട്ടിയ പെർസെൻറ്റേജ് 80 ആണ്. അപ്പോൾ നമ്മൾ താഴേക്കൊരു ബാർ വരയ്ക്കും. താഴേക്ക് നമ്മളൊരു ബാർ അടയാളപ്പെടുത്തും. ഇപ്പോൾ കിട്ടിയത് ഏതാണ്? ഫിസിക്സിന്റെ ബാർ ഡയഗ്രാം ആണ് ഇപ്പോൾ നമ്മൾ വരച്ചത്, 80%. ഇനി ആ വർഷത്തിൽ തന്നെ 2011 തന്നെ കെമിസ്ട്രിക്ക് എത്ര കിട്ടിയത്? 75. 75 എവിടെ വരിക? 70നും 80നും സെൻട്രലായിട്ടാണ് 75 വരിക. അപ്പൊ നമ്മൾ ഇതിനോട് അടുപ്പിച്ചിട്ട് നമ്മൾ എന്ത് വരയ്ക്കും? കെമിസ്ട്രിയുടെ ബാറും കൂടി വരയ്ക്കും. കെമിസ്ട്രിക്ക് എത്ര കിട്ടിയത്? 75% എന്ന് നമ്മൾ ആ ബാറിന്റെ മുകളിൽ എഴുതി വയ്ക്കും. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഫിസിക്സിന്റെയും കെമിസ്ട്രിയുടെയും ബാർ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇതിന് ഷേപ്പ് നമുക്ക് കൊടുക്കാം, ഷേപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഫിസിക്സിന് ഞാൻ ഇങ്ങനെ ഒരു ഈ ബാറിന്റെ അവിടെ ലൈൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് ലൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ബാറിനെ മറ്റൊരു ബാറിൽ നിന്നും ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലൈൻ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഫിസിക്സിന്റെ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊരു മോഡൽ കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് കെമിസ്ട്രീന്റെ ഇങ്ങനെ ചെരിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രോ ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നിങ്ങളെ ആവശ്യാനുസരണം, നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രോ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കെമിസ്ട്രി എന്ന് പറയുന്ന ബാറിനും ഞാനൊരു ഡ്രോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരച്ചിട്ടുണ്ട് ആ ബാറിൻ്റെ ഉള്ളിൽ. അപ്പോൾ 2011 അടയാളപ്പെടുത്തി. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് 2012 2012 ഫിസിക്സിന് 82% കിട്ടിയത് പെർസെൻറ്റേജ്. അപ്പോൾ 2012 ഫിസിക്സ് 82 എന്ന് പറയുമ്പോൾ 80ന്റെ തൊട്ട് മുകളിൽ, y അക്ഷത്തിലാണ് 80, 80ന്റെ തൊട്ട് മുകളിലാണ് 82 വരിക. ഏകദേശം ഈ ഒരു ഏരിയയിൽ 2012 ഫിസിക്സിന് കിട്ടിയത് എത്രയാണ്? 82%. അത് നമ്മൾ താഴേക്ക് ഒരു ബാർ വരയ്ക്കും. എത്ര അടയാളപ്പെടുത്തും നമ്മൾ അതിന്റെ മുകളിൽ? 82%, 82% എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടയാളപ്പെടുത്തും. ഇനി 2012 കെമിസ്ട്രിക്ക് എത്രയാണ്? 75. സോറി, 2012 കെമിസ്ട്രിക്ക് 75 അല്ല, 80 ആണ്. 80 കെമിസ്ട്രിക്ക് 80%. 80 ഏകദേശം ഇതിന്റെ തൊട്ട് താഴേറ്റ്, 82ന്റെ തൊട്ട് താഴേറ്റ് വരും. എന്ന് നമ്മൾ അതിന്റെ ആ ബാറിന്റെ മുകളിൽ നമ്മൾ അടയാളപ്പെടുത്തും. ഇനി ഞാൻ അത് ഷെയ്ഡ് ചെയ്യുന്നില്ല, വീഡിയോയുടെ ലെങ്ത് കൂടും. നമ്മൾ അവസാനം വേണമെങ്കിൽ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ട് അവസാനം കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഈ വരയ്ക്കുമ്പോൾ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫിസിക്സിന് ഉപയോഗിച്ച ഷെയ്ഡ് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ തുടർന്നും വിവിധ വർഷങ്ങളിലെ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് ഉപയോഗിച്ച ഷെയ്ഡ് നമ്മൾ ഇങ്ങനെ ചെരിഞ്ഞിട്ടാണ്, പിന്നീട് കെമിസ്ട്രീന് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ചെരിച്ചിട്ട് തന്നെയുള്ള ഷെയ്ഡ് ഉപയോഗിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ ഫില്ല് ചെയ്യുക, നിങ്ങൾ ചെയ്യുമ്പോൾ അത് കൃത്യം നിങ്ങൾ ചെയ്യാം. അപ്പോൾ 2012 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2013 നോക്ക്. 2013 ഫിസിക്സിന് എത്ര പെർസെൻറ്റേജ് കിട്ടിയത്? 85% പെർസെൻറ്റേജ്, 85% ആണ് കിട്ടിയത്. 2013 നമ്മളും ചെയ്യാൻ പോകുന്നത്. 2013 നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. 2013 ഫിസിക്സിന് 85 ആണ്. 85 എന്ന് പറയുന്നത് y അക്ഷത്തിൽ 80നും 90നും നടുവിലായിട്ടാണ് 85 വരിക. ഏകദേശം ഈ ഒരു ഏരിയയിൽ എന്ത് വരും? 85 വരും. രണ്ടായിരത്തി 2013 നമ്മൾ ഫിസിക്സിന്റെ ബാർ വരച്ചു, 85% എന്നതിന്റെ മുകളിൽ അടയാളപ്പെടുത്തി. അതിനുശേഷം നമ്മൾ അടുത്ത് 2013 കെമിസ്ട്രീന്റെ എത്രയാണ്? ഫിസിക്സിന് 85 കിട്ടിയത്, കെമിസ്ട്രിക്ക് 80 നമ്മൾ y അക്ഷത്തിൽ നോക്കുക. അപ്പോൾ ഇവിടെ ആയിട്ട് വരും. എന്ന് ആ ബാറിന്റെ മുകളിൽ വരയ്ക്കുക. ഇനി 2013 കഴിഞ്ഞ പിന്നെ 2014 2014 എത്രയാണ്? 2014 ഫിസിക്സ് 84%. 84 എന്ന് പറയുന്നത് ഏകദേശം 90ന്റെയും 80ന്റെ ഒക്കെ സെന്ററിന്റെ അടുത്തായിട്ട്, മധ്യത്തിന്റെ അടുത്തായിട്ടാണ് 84 വരിക. അപ്പോൾ ഫിസിക്സിന്റെ നമ്മൾ അടയാളപ്പെടുത്താൻ പോവാണ്. 2014 ഫിസിക്സിന്റെ ബാർ നമ്മൾ വരയ്ക്കുകയാണ്. ഫിസിക്സിന്റെ നമ്മൾ 84% ആ ബാറിന്റെ മുകളിൽ എഴുതി വെക്കുക. ഇനി ഫിസിക്സിന്റെ കഴിഞ്ഞാൽ പിന്നെ 2014 കെമിസ്ട്രിക്ക് എത്രയാണ്? 82%. 82% എന്ന് പറയുന്നത് 80ന്റെ തൊട്ട് മുകളിൽ 82 വരും. ഏകദേശം ഇവിടെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്താം? 82 അടയാളപ്പെടുത്താം. നമ്മൾ 82 എന്ന് പറഞ്ഞിട്ട് കെമിസ്ട്രിയുടെ പെർസെൻറ്റേജ് അടയാളപ്പെടുത്തും. 2014 നമ്മൾ ഇങ്ങനെ അടയാളപ്പെടുത്തി. ഇനി 2015 നോക്കിയേ, 2015 നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത്. 2015 ഫിസിക്സ് 85%. ഫിസിക്സ് 85%. 85 എന്ന് പറയുന്നത് 80നും 90നും നടുക്കായിട്ടാണ് വരിക. ഏകദേശം ഈ ഒരു ഏരിയയിൽ വരും 85. അത് നമ്മൾ താഴേക്ക് ഒരു ബാർ വരയ്ക്കുക. ഇപ്പൊ നമ്മൾ വരച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സിന്റെയാണ്, 85% എന്ന് അടയാളപ്പെടുത്തി. ഇനി അതിനോട് ഒപ്പം തന്നെ കെമിസ്ട്രീന്റെ 87%. കെമിസ്ട്രിക്ക് 2015 87%. 87 എന്ന് പറയുന്നത് 90നെ കുറിച്ച് തൊട്ട് താഴേക്ക് വരും.
ഇതിനോട് അടുപ്പിച്ച് തന്നെ വരയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ 87% എന്ന് പറഞ്ഞിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. 2 ബാർ ഡയഗ്രാം നമ്മൾ അടുപ്പിച്ചിട്ടാണ് വരയ്ക്കുക മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുമ്പോൾ. അപ്പോൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഇനി നമുക്ക് ഈ ഒരു ഷെയ്ഡ് ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം എങ്ങനെ വരുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം ഞാൻ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഷെയ്ഡ് ഏതൊക്കെയാണ്, ഇങ്ങനെ ഫിസിക്സിനെ എങ്ങനെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്, കെമിസ്ട്രീനെ എങ്ങനെയാണ് ഷെയ്ഡ് ചെയ്തത്, കെമിസ്ട്രി ഏതാണ് ബാർ ഡയഗ്രാം, അതുപോലെ തന്നെ ഫിസിക്സ് ഏതാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ള ബാർ ഡയഗ്രാം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ സൈഡിൽ വേണമെങ്കിൽ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കാം. ഫിസിക്സ് എന്ന് പറഞ്ഞിട്ട് ഫിസിക്സിന്റെ ബാർ ഡയഗ്രാമിന്റെ ഷേപ്പ്, അതിന്റെ ഷെയ്ഡിന്റെ മോഡൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ബോക്സിൽ അടയാളപ്പെടുത്താവുന്നതാണ്. ഇങ്ങനെ കാണിക്കും. ഇനി കെമിസ്ട്രി എങ്ങനെയാണ്, നമ്മൾ കെമിസ്ട്രി ഏതാണ് ബാർ ഡയഗ്രാം എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് സൈഡിൽ നമുക്ക് കെമിസ്ട്രി എന്ന് എഴുതിയിട്ട് കെമിസ്ട്രി എന്ന് പറയുന്ന ബാർ ഡയഗ്രാം നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുള്ള ഷേപ്പായ ഈ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് അവിടെ എഴുതി വെക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്പിൾ ബാർ ഡയഗ്രാം വരയ്ക്കുക. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. കോമ്പണന്റ് ബാർ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് 2013 ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത്? ദ ഫോളോയിങ് ടേബിൾ ഷോസ് മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് 2 ഫാമിലി. താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ സൂചിപ്പിക്കുന്നത് എന്താണ്? 2 കുടുംബത്തിന്റെ മാസത്തിലുള്ള ചെലവുകളുമായി ബന്ധപ്പെട്ട ടേബിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. പ്രസന്റ് ദ ഡാറ്റ ബൈ മീൻസ് ഓഫ് എ കോമ്പണന്റ് ബാർ ഡയഗ്രാം. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ കോമ്പണന്റ് ബാർ ഡയഗ്രാം വഴി അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയുടെ അടിസ്ഥാനത്തിൽ നമ്മളോട് ഒരു കോമ്പണന്റ് ബാർ ഡയഗ്രാം ആണ് നിർമ്മിക്കാൻ പറഞ്ഞിട്ടുള്ളത്. കോമ്പണന്റ് ബാർ ഡയഗ്രാം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ടേബിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. ടേബിളിൽ ആദ്യത്തെ കോളത്തിൽ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത്തെ കോളത്തിന്റെ ഹെഡിങ് ഫാമിലി എ, മൂന്നാമത്തെ കോളത്തിന്റെ ഹെഡിങ് ഫാമിലി ബി. ഐറ്റംസ് എന്ന് പറയുന്ന കോളത്തിൽ ഈ ഫാമിലി എ എന്ന് പറയുന്ന ഫാമിലിക്കും ബി എന്ന് പറയുന്ന ഫാമിലിയുടെയും എക്സ്പെൻസുകളാണ്, ചെലവുകളാണ് ഐറ്റംസ് എന്ന് പറയുന്ന കോളത്തിൽ കൊടുത്തിട്ടുള്ളത്. ഫുഡ്, ക്ലോത്തിങ്, റെന്റ്, മെഡിക്കൽ, അതേഴ്സ് എന്ന് പറഞ്ഞിട്ട് 5 തരത്തിലുള്ള എക്സ്പെൻസുകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാമിലി എക്ക് എത്രയാണ് ഫുഡിനും ക്ലോത്തിങ്ങിനും റെന്റിനും മെഡിക്കലിനും അതേഴ്സിനും ചെലവായത്, അതുപോലെ തന്നെ ഫാമിലി ബിക്കും ഫുഡിനും ക്ലോത്തിനും റെന്റിനും മെഡിക്കൽസിനും അതേഴ്സിനും എത്ര ചെലവായത്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന സംഖ്യയും നമുക്ക് എമൗണ്ടും നമുക്ക് തരുന്നുണ്ട്. ഫുഡിന് ഫാമിലി എക്ക് 150 രൂപയാണ് ചെലവാകുന്നത്, ഫാമിലി ബിക്ക് 350. ക്ലോത്തിങ്ങിന് ഫാമിലി എക്ക് 338, ഫാമിലി ബിക്ക് 120. റെന്റിന് ഫാമിലി എക്ക് 56, ഫാമിലി ബിക്ക് 130. മെഡിക്കലിന് ഫാമിലി എക്ക് 24, ഫാമിലി ബിക്ക് 68. അതേഴ്സിന് മറ്റുള്ള ചെലവുകൾക്ക് ഫാമിലി എക്ക് 70, ഫാമിലി ബിക്ക് 95. ഇങ്ങനെയാണ് നമുക്ക് ഈ പട്ടികയിൽ നൽകിയിട്ടുള്ള വിവരം. അപ്പൊ ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കണം. കോമ്പണന്റ് ബാർ ഡയഗ്രാമിന്റെ ഒരു ഷേപ്പ് ഞാൻ അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. കോമ്പണന്റ് ബാർ ഡയഗ്രാമിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു ഡയഗ്രത്തിന് 2 അക്ഷരമുള്ളത്, എക്സ് അക്ഷവും വൈ അക്ഷവും. ഹൊറിസോണ്ടലായി കിടക്കുന്ന ഏരിയനെ നമ്മൾ എക്സ് അക്ഷം എന്ന് വിളിക്കും, വെർട്ടിക്കലായി കിടക്കുന്ന ഏരിയനെ നമ്മൾ വൈ അക്ഷം എന്ന് വിളിക്കും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ ഒരു കോമ്പണന്റ് ബാർ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സ് അക്ഷത്തിൽ ഞാൻ ഫാമിലി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഫാമിലി എ, ഫാമിലി ബി എന്ന് പറഞ്ഞിട്ട് എക്സ് അക്ഷത്തിൽ കൊടുത്തിട്ടുണ്ട്. വൈ അക്ഷത്തിൽ ഞാൻ എക്സ്പെൻഡിച്ചർ, ഇവർക്ക് ഒരു മാസം ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചർ ഞാൻ വൈ അക്ഷത്തിൽ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ എക്സ് അക്ഷത്തിൽ ഫാമിലിയും വൈ അക്ഷത്തിൽ ഞാൻ എക്സ്പെൻഡിച്ചർ, ചെലവുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ചെലവിന്റെ തുകയുമാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കോമ്പണന്റ് ബാർ ഡയഗ്രാം കൺസ്ട്രക്ട് ചെയ്യണം, നിർമ്മിക്കണം. കോമ്പണന്റ് ബാർ ഡയഗ്രാം നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യം ഫാമിലി എയുടെ ബാറാണ് വരയ്ക്കാൻ പോകുന്നത്. ഫാമിലി എ എന്ന് പറയുന്ന ഫാമിലിയുടെ കോമ്പണന്റ് ബാറാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. ഫാമിലി എ എന്ന് പറയുന്ന ഫാമിലിയുടെ കോമ്പണന്റ് ബാറാണ് നമ്മൾ ആദ്യം വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ എ എന്ന് പറയുന്ന ഫാമിലിയുടെ ഒരു മാസത്തെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം.
എ എന്ന് പറയുന്ന ഫാമിലിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ് നമ്മൾ കണ്ടുപിടിക്കണം. എ എന്ന് പറയുന്ന ഫാമിലിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ കണ്ടുപിടിക്കുക? 150 കൂട്ടണം 38 കൂട്ടണം 56 കൂട്ടണം 24 കൂട്ടണം 70. 150ഉം 38ഉം 56ഉം 24ഉം 70ഉം കൂട്ടിയ ഫാമിലി എയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് എത്ര കിട്ടും? ഫാമിലി എയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമുക്ക് 338 എന്ന് കിട്ടും. 338. ഫാമിലി എയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ 338 എന്ന് കണ്ടെത്തി. 338 എങ്ങനെ കൂട്ടിയത്? ഫാമിലി എയുടെ എക്സ്പെൻഡിച്ചർ ആയ 150 പ്ലസ് 38 പ്ലസ് 56 പ്ലസ് 24 പ്ലസ് 70. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 338 എന്ന് കിട്ടി. ഇനി ഫാമിലി എയുടെ ബാർ വരയ്ക്കുമ്പോൾ 338 വരെ നമ്മൾ അടയാളപ്പെടുത്തണം. 338 എവിടെ വരിക? 50, 100, 150, 200, 250, 300, 350. ഏകദേശം 338 വരുന്നത് 350ന്റെ തൊട്ട് താഴെയായിട്ടാണ് 338 വരിക. 300ന്റെയും 350ന്റെയും നടുവിലായിട്ടാണ് നമുക്ക് എന്ത് കിട്ടുക? 338 കിട്ടുക. 338 350ന്റെ തൊട്ട് താഴെയായിട്ട് ഏകദേശം ഈ ഒരു ഏരിയയിലാണ് എന്ത് വരിക? 338 വരിക. 338. അപ്പോ നമ്മൾ ഈ ഒരു ബാർ താഴത്തേക്ക് വരയ്ക്കും. ഫാമിലി എയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഫാമിലി എക്ക് ആകെ ഉണ്ടായ ചെലവ് 338 ആണ്. അതുകൊണ്ട് 338 എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു ബാർ വരയ്ക്കും. 338ൽ അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ഒരു ബാർ വരയ്ക്കും. ഇനി 338 എന്ന് പറയുന്ന ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ 338 എന്ന് പറയുന്ന ഈ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ ആകെ ചെലവിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫുഡിന് 150 വരുന്നുണ്ട്, ക്ലോത്തിങ്ങിന് 38 വരുന്നുണ്ട്, റെന്റിന് 56 വരുന്നുണ്ട്, മെഡിക്കലിന് 24 വരുന്നുണ്ട്, അതേഴ്സിന് 70 വരുന്നുണ്ട്. അതൊക്കെ ഇനി നമ്മൾക്ക് ഈ ഒരു ഒറ്റ ബാർ ഡയഗ്രാമിൽ ഉൾപ്പെടുത്തി വരയ്ക്കണം. അപ്പൊ ആദ്യം വരുന്നത് ഫുഡിനാണ്. ഫാമിലി എക്ക് ഫുഡിന് ആദ്യം വരുന്ന ചെലവ് എത്രയാണ്? 150. ഫാമിലി എക്ക് ആദ്യം വരുന്ന ചെലവ് ഏതാണ്? ഫുഡാണ്. അപ്പൊ ഫുഡിന് 150 ആണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ 150ന്റെ ഇവിടെ ഒരു അണ്ടർലൈൻ വരയ്ക്കാം. ഈ ബാറിൽ തന്നെ 150 എന്ന് അടയാളപ്പെടുത്താം. അപ്പൊ 150 നമ്മൾ അടയാളപ്പെടുത്തി. അപ്പൊ ഫുഡിന്റെ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഫുഡ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചറിന് ചെലവിന് നമ്മൾ ഒരു മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്, ഒരു അടയാളം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ശരിച്ച് നമ്മൾ ഇതിന് ഷെയ്ഡ് കൊടുക്കുകയാണ്. അപ്പോ ഫുഡ് എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചറിനെ സൂചിപ്പിക്കാനാണ് ഇങ്ങനെ ചെരിച്ച് ഞാൻ ഷെയ്ഡ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇവിടെ വരച്ചു വെക്കുക. ഫുഡിനെ സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മളൊരു ബാർ ഇവിടെ വരച്ചു വെക്കുക. ഫുഡിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഇങ്ങനെ ഷെയ്ഡ് ചെയ്തത് എന്ന് നമ്മൾ ഇവിടെ വരച്ചു വെച്ചു. ഈ കോമ്പണന്റ് ബാർ ഡയഗ്രാമിന്റെ തൊട്ടപ്പുറത്ത് വരച്ചു വെച്ചു. അപ്പൊ നമ്മൾ ഫുഡ് ഭക്ഷണത്തിന് അവർക്ക് എത്ര ചെലവായി അടയാളപ്പെടുത്തി ഈ ഒരു കോമ്പണന്റ് ബാറിൽ. ഇനി അടുത്ത ചെലവ് എന്താണ്? ഫാമിലി എക്കുള്ളത് 38 ആണ്. 38 എങ്ങനെ അടയാളപ്പെടുത്തുക? 150 നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി, ഫുഡിന് 150 അടയാളപ്പെടുത്തി. ഇനി താഴെയാണോ 38 അടയാളപ്പെടുത്തേണ്ടത്? അല്ല. 150 നമ്മൾ അടയാളപ്പെടുത്തി. ക്ലോത്തിങ്ങിന് അവർക്ക് ഫുഡിന് 150 രൂപ അടയാളപ്പെടുത്തി, അവർക്ക് ചെലവായിട്ടുണ്ട്. അപ്പൊ 150 നമ്മൾ ഈ കോമ്പണന്റ് ബാറിൽ അടയാളപ്പെടുത്തി കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങനെ അടയാളപ്പെടുത്തുക? 38 എങ്ങനെ അടയാളപ്പെടുത്തുക? ക്ലോത്തിങ്ങിന് ഫാമിലി എക്ക് വസ്ത്രത്തിന് അവർക്ക് 38 രൂപയാണ് ചെലവായത്. അപ്പൊ 38 50ന്റെ താഴെയായിട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്? അല്ല. 38 പിന്നെ ഇനി എങ്ങനെ അടയാളപ്പെടുത്തുക? 150നോടൊപ്പം 38 കൂട്ടിയാൽ എത്ര തുക കിട്ടും? 150 കൂട്ടണം 38 ചെയ്ത് നോക്കാം. 150 കൂട്ടണം 38. 150 38 കൂട്ടുക. 150 38 കൂട്ടിയാൽ നമുക്ക് 188 എന്ന് കിട്ടും. 188. 150 ഫുഡിന്റെ ചെലവ്, 38 ക്ലോത്തിങ്ങിന്റെ ചെലവ്. 150 38 കൂട്ടിയ 188 ആണ്. അപ്പൊ ഇനി ക്ലോത്തിങ്ങിന്റെ ചെലവ് ഏതിൽ അടയാളപ്പെടുത്തേണ്ടത്? 188ലാണ്. 188 എന്ന് പറയുന്നത് എവിടെയായിട്ടാ വരിക? 188 200ന്റെ താഴെയായിട്ടാണ് 188 വരിക. അപ്പൊ 200ന്റെ താഴെ നമ്മൾ ഇങ്ങനെ ഒരു വരയ്ക്കുക, ഒരു അണ്ടർലൈൻ ചെയ്യാം. നമ്മൾ 188 അടയാളപ്പെടുത്താൻ. അപ്പൊ ഈ 188 വരെ നമ്മൾ എന്തിന്റെ വരച്ചത്? ക്ലോത്തിങ്ങിന്റെ എക്സ്പെൻഡിച്ചർ ആണ് വരച്ചത്. അപ്പൊ ക്ലോത്തിങ്ങിന്റെ എക്സ്പെൻഡിച്ചറിനെ നമ്മൾ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഷെയ്ഡ് വ്യത്യാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് താഴേക്ക് ഒരു ഷെയ്ഡ് കൊടുക്കും. എന്നിട്ട് നമ്മളിവിടെ ക്ലോത്തിങ് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് നമ്മൾ ക്ലോത്തിങ്ങിന്റെ ഷെയ്ഡിനെ സൂചിപ്പിക്കാനായിട്ട് എന്ത് ഷെയ്ഡാണോ ചെയ്തത് അത് നമ്മൾ ഈ
ബാർ ഡയഗ്രാമിന്റെ കോമ്പണന്റ് ബാർ ഡയഗ്രാമിന്റെ അപ്പുറത്ത് നമ്മൾ കാണിക്കും. അപ്പോൾ നമ്മൾ ക്ലോത്തിങ്ങിന്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ ഫാമിലി എയുടെ കോമ്പണന്റ് ബാറിൽ അടയാളപ്പെടുത്തി. ഇനി അടുത്തത് അവർക്ക് റെന്റാ വരുന്നത്. റെന്റിന്റെ എക്സ്പെൻഡിച്ചർ ആണ്, റെന്റാണ് ചെലവാകുന്നത്. വാടക അവർ 56 രൂപ കൊടുക്കുന്നുണ്ട്. 56 അപ്പൊ ഇത് അടയാളപ്പെടുത്തണം. ഇതെങ്ങനെ 56 എങ്ങനെ അടയാളപ്പെടുത്തുക? ഈ ഒരു 56 വരുന്നത് 50ന്റെ തൊട്ട് മുകളിലായിട്ടാണോ അടയാളപ്പെടുത്തേണ്ടത്? അല്ല. ഇപ്പൊ നമ്മൾ 158 വരെ എന്ത് അടയാളപ്പെടുത്തി? 158 വരെ നമ്മൾ എന്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട്? ക്ലോത്തിങ്ങിന്റെ എക്സ്പെൻഡിച്ചർ നമ്മൾ 158 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. 158 വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വസ്ത്രത്തിന്റെ ചെലവ്. ഈ 158നോടൊപ്പം 56 കൂട്ടം. 158 എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ ചെലവാണ്? ഫുഡിന്റെയും ക്ലോത്തിങ്ങിന്റെയും ചെലവാണ് 188. അതിനോടൊപ്പം റെന്റിന്റെ ചെലവായ 56 കൂട്ടാം. 188ഉം 56ഉം കൂട്ടിയാൽ എത്രയാണ്? 244 ആണ്. 244 ആണ്. ഇനി നമ്മൾ ഈ ഒരു റെന്റിന്റെ എക്സ്പെൻഡിച്ചർ സൂചിപ്പിക്കാനായി നമ്മൾ 244ന്റെ അവിടെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്യേണ്ടത്. 244 എന്ന് പറയുന്നത് 250ന്റെ കുറച്ച് തൊട്ട് താഴെയായിട്ട് വരുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അണ്ടർലൈൻ ചെയ്യും. ഇപ്പൊ നമ്മൾ വരച്ചത് എന്തിന്റെ എക്സ്പെൻഡിച്ചറിനെ സൂചിപ്പിക്കുന്ന ബാറാണ്? റെന്റിന്റെ എക്സ്പെൻഡിച്ചർ 56നെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പൊ നമ്മൾ അടയാളപ്പെടുത്തിയത്. അപ്പൊ റെന്റിനെ നമ്മൾ വേറൊരു ഷെയ്ഡിൽ നമുക്ക് റെന്റിനെ കാണിക്കാം. നേരെ നമുക്ക് ഇങ്ങനെ ഒരു വര വരച്ചിട്ട് നമുക്ക് റെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെ നമുക്ക് സൂചിപ്പിക്കാം. എന്നിട്ട് നമുക്ക് ഇവിടെ എഴുതി വെക്കാം. നമുക്ക് ഇവിടെ സൈഡിൽ എഴുതി വെക്കാം എന്ത്? റെന്റ് എന്ന് എഴുതിയിട്ട് റെന്റിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ എന്താണ് ഉപയോഗിച്ചത് അത് നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. അപ്പൊ നമ്മൾ റെന്റിന്റെ കാണിച്ചു. അടുത്ത എക്സ്പെൻഡിച്ചർ എന്താണ്? അടുത്ത എക്സ്പെൻഡിച്ചർ മെഡിക്കലാണ്. മരുന്നുപരമായിട്ട് മരുന്നിനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് 24 രൂപ ചെലവായിട്ടുണ്ട്. അപ്പൊ 24 എങ്ങനെയാണ് അടയാളപ്പെടുത്തുക? ഇനി എങ്ങനെയാണ് 24 അടയാളപ്പെടുത്തുക? നമുക്ക് റെന്റിന്റെ വരെ ചെലവ് അടയാളപ്പെടുത്തിയപ്പോൾ ഇവർക്ക് ആകെ ചെലവ് എത്രയായിരുന്നു? റെന്റിന്റെ വരെ അടയാളപ്പെടുത്തിയപ്പോൾ 244 ആയിരുന്നു. 244 വരെ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ 244 എന്തൊക്കെ ചെലവ് വരുന്നുണ്ട്? ഫുഡിന്റെ വരുന്നുണ്ട്, ക്ലോത്തിങ്ങിന്റെ വരുന്നുണ്ട്, റെന്റിന്റെ വരുന്നുണ്ട്. ഇനി മെഡിക്കലിന്റെ എത്ര തുകയാണ്? 24 ആണ്. അപ്പൊ 244നോടൊപ്പം 24 കൂട്ടാം. 244 24 കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 268 എന്ന് കിട്ടും. 268. ഇനി അടയാളപ്പെടുത്തേണ്ടത് 268ലാണ്. 268 എവിടെ വരിക? 250ന്റെ കുറച്ച് തൊട്ട് മുകളിലായിട്ട് എന്ത് വരും? 268 വരും. 250ന്റെ തൊട്ട് മുകളിലായിട്ട് എന്ത് വരും? 268 വരും. അപ്പൊ 268നെ സൂചിപ്പിക്കുന്ന ഒരു അണ്ടർലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു സ്പേസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ ഏതാണ്? ഇപ്പൊ വരച്ച ആ സ്പേസിൽ വരുന്ന എക്സ്പെൻഡിച്ചർ ആണ് ക്ലോത്തിങ് ആണ്. അപ്പൊ ക്ലോത്തിങ്ങിനെ സൂചിപ്പിക്കാനായിട്ട് നമുക്ക് പുതിയൊരു ഷെയ്ഡ് കൊടുക്കാം. ഇങ്ങോട്ട് ചരിച്ചിട്ട് നമുക്ക് ഒരു ഷെയ്ഡ് കൊടുക്കാം. ഓക്കെ. അപ്പോ നമ്മൾ ഈ ഒരു മെഡിക്കലിനെ സൂചിപ്പിക്കാനായിട്ട് ഒരു ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മെഡിക്കലിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിച്ച ഷെയ്ഡ് നമ്മളിവിടെ ഈ ഒരു സൈഡിൽ കോമ്പണന്റ് ബാർ ഡയഗ്രാമിന്റെ സൈഡിൽ നമുക്ക് വരച്ചു കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ മെഡിക്കലിനെ സൂചിപ്പിക്കുന്ന ഷെയ്ഡ് വരച്ചിട്ടുണ്ട്. ഇനി ബാക്കി വരുന്നത് ഏതാണ്? ബാക്കി വരുന്നത് അതേഴ്സ് ആണ്, മറ്റുള്ള ചെലവുകൾ. മറ്റുള്ള ചെലവുകൾക്കായി ഇവര് 70 രൂപ ചെലവാക്കിയിട്ടുണ്ട്. 70 രൂപ ഇവർ ചെലവാക്കിയിട്ടുണ്ട്. മറ്റുള്ള ചെലവുകൾക്കായി ഇവർ 70 രൂപ ചെലവാക്കിയിട്ടുണ്ട്. അപ്പോ ഈ ബാക്കി വരുന്ന പോർഷൻ എന്താണ്? അതേഴ്സ് ആണ്. ഈ ബാക്കി വരുന്ന പോർഷൻ ഇവിടെ എത്രയാണ്? 70 ആണ്. ഈ വരുന്ന പോർഷൻ ആണ് എന്ത്? അതേഴ്സ്. ഇപ്പൊ നമുക്ക് ബാക്കി കിട്ടിയല്ലോ ഒരു സ്പേസ്, കോമ്പണന്റ് ബാറിന്റെ ബാക്കി നമുക്ക് ഇവിടെ ഒരു സ്പേസ് കിട്ടിയല്ലോ. ഇതാണ് അതേഴ്സ് 70. ഈ ഒരു ഏരിയ ആണ് 70. അപ്പോ ഇതിനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ള ചെലവുകളെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിനൊരു അടയാളം നമുക്ക് ഇങ്ങനെ ഇട്ടുകൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ അതേഴ്സിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ സൂചിപ്പിച്ച ആ ഷെയ്ഡിങ് വേണമെങ്കിൽ നമുക്ക് ഇവിടെ എഴുതി കൊടുക്കാം. ഒരു ബോക്സ് വരച്ചിട്ട് നമ്മൾ അതേഴ്സിനായി സൂചിപ്പിച്ചിട്ടുള്ള ആ ഷെയ്ഡ് നമ്മളിവിടെ വരച്ചു കൊടുക്കും. അപ്പൊ ഇങ്ങനെയാണ് ഫാമിലി എയുടെ കോമ്പണന്റ് ബാർ നമ്മൾ വരയ്ക്കുക. ഇനി നമുക്ക് ഫാമിലി ബിയുടെ വരച്ചു നോക്കാം. ഇത് 2 3 പ്രാവശ്യം ചെയ്താലാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. ഈ വീഡിയോ നിങ്ങൾ 2 3 പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മൾ ഫാമിലി ബിയുടെ ആണ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഫാമിലി എയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടിരുന്നു 338, അത് നമ്മൾ കണ്ടെത്തിയിരുന്നു 338. ഇതേപോലെ തന്നെ ഫാമിലി ബിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ നമ്മൾ കണ്ടെത്തണം. ഫാമിലി ബിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ കാണാം? 350 കൂട്ടണം, 120 കൂട്ടണം, 130 കൂട്ടണം, 68 കൂട്ടണം, 95. 350, 120, 130, 68, 95 കൂട്ടിയാൽ 763 എന്ന് കിട്ടും. 763. അപ്പൊ ഫാമിലി ബിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ എത്രയാണ്? 763 ആണ്. അപ്പൊ ഇനി നമ്മൾ കോമ്പണന്റ് ബാർ വരയ്ക്കുമ്പോൾ എവിടെയാണ് 763 വരയ്ക്കണം? 50, 100 എക്സ്പെൻഡിച്ചർ 50, 100, 150, 200, 250, 300, 350, 400, 450, 500, 550, 600, 650, 700, 750, 800. ഫാമിലി ബിയുടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ 763 ആണ്. 763 എവിടെ വരിക? 750ന്റെ തൊട്ട് മുകളിലായിട്ടാണ് എന്ത് വരിക? 763 വരിക. ഏതാണ്ട് ഈ ഒരു ഏരിയയിലാണ് എന്ത് വരിക? 763 വരിക. ഈ ഒരു ഏരിയയിലാണ് 763 വരിക. അതുകൊണ്ട് നമ്മൾ ഇത് താഴത്തേക്ക് ഒന്ന് ഈ ബാർ വരയ്ക്കാം. ഫാമിലി ബിയുടെ കോമ്പണന്റ് ബാറാണ് 763 ആണ് അവിടെ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ഈ 763 എന്ന് പറയുന്ന ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഫുഡിന് 350 രൂപ ചെലവാകുന്നുണ്ട്, ക്ലോത്തിങ്ങിന് 120 രൂപ ചെലവാകുന്നുണ്ട്, റെന്റിന് 130 രൂപ ചെലവാകുന്നുണ്ട്, മെഡിക്കലിന് 68 രൂപ ചെലവാകുന്നുണ്ട്, അതേഴ്സിന് എത്ര ചെലവാകുന്നുണ്ട്? മറ്റുള്ള ചെലവുകൾക്ക് 95 രൂപ ചെലവാകുന്നുണ്ട്. അതൊക്കെ ഈ ഒരു ബാറിൽ നമ്മൾ രേഖപ്പെടുത്തണം, ഈ ഒരൊറ്റ ബാറിൽ സൂചിപ്പിക്കണം. അപ്പൊ ആദ്യം നമ്മൾ രേഖപ്പെടുത്തുന്നത് ഫുഡിന്റെ ചെലവാണ്. ഫുഡിന് 350 രൂപയാണ് ചെലവായത്. അപ്പോൾ 350 എങ്ങനെ അടയാളപ്പെടുത്തുക? വൈ അക്ഷത്തിൽ 350 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ 350ന്റെ ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഇത്രയും എന്ത് എക്സ്പെൻഡിച്ചർ ആണ് അവർക്ക്? ഫുഡിന് എക്സ്പെൻഡിച്ചർ ആയതാണ്. അപ്പൊ ഇത്രയും ഫുഡ് എക്സ്പെൻഡിച്ചർ ആണ് അവർക്ക്, ഭക്ഷണത്തിനാണ് ചെലവായത്. ഈ കോമ്പണന്റ് ബാർ ഡയഗ്രാമിന്റെ ഇത്രയും ഭാഗം അവർക്ക് ഭക്ഷണത്തിനാണ് ചെലവായത്. അപ്പൊ ഫുഡിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഇങ്ങനെയായിരുന്നു ഷെയ്ഡ് ചെയ്തിരുന്നത്. അത് ഇവിടെയും ഉപയോഗിക്കാം. സെയിം ഷെയ്ഡ് തന്നെ നമ്മൾ ഇവിടെയും ഉപയോഗിക്കാം. അങ്ങനെ ഫുഡിനെ സൂചിപ്പിക്കുന്ന ഷെയ്ഡ് നമ്മൾ വരച്ചു. ഫുഡ് നമ്മൾ അടയാളപ്പെടുത്തി. ഫാമിലി ബിയുടെ ഫുഡിനായിട്ട് അവർക്ക് ചെലവായിട്ടുള്ള തുക നമ്മൾ കോമ്പണന്റ് ബാറിൽ അടയാളപ്പെടുത്തി. ഇനി അടുത്ത അവർക്ക് എന്താ വരുന്നത്? ക്ലോത്തിങ് 120 രൂപ. ഇനി ആ 120 രൂപ എങ്ങനെയാണ് നമ്മൾ അടയാളപ്പെടുത്തുക? ക്ലോത്തിങ്ങിന് അവർക്ക് 120 രൂപ ചെലവായത്. ഫുഡിന് അവർക്ക് 350 രൂപ ചെലവായിരുന്നു. ക്ലോത്തിങ്ങിന് അവർക്ക് എത്ര ചെലവായി? 120 ചെലവായി. അപ്പൊ ഇനി ഈ ഒരു ക്ലോത്തിങ്ങിന്റെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് 350 120 കൂട്ടുക. 350 120 കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുക? 470 എന്ന് കിട്ടും. 470. അപ്പൊ ഈ ഫുഡിന്റെ 120 അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഫുഡിന്റെ എക്സ്പെൻഡിച്ചർ ആയ 120 അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് 470 നമ്മൾ വരയ്ക്കുക. 470 എന്ന് പറയുന്നത് 450നും 500നും സെന്ററിൽ വരുന്ന, ഏകദേശം സെന്ററിൽ വരുന്ന ഒരു ഏരിയ ആണ് എന്ത്? 470. ഏകദേശം ഈ ഒരു ഏരിയയിലാണ് 470 വരിക. 470 ഏകദേശം ഈ ഒരു ഏരിയയിൽ വരും. ഈ ഒരു ഭാഗം എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ഈ ഒരു ഏരിയ ഞാനിപ്പോ വരച്ച അണ്ടർലൈന് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ബോക്സ്. ഈ ബോക്സ് എന്തിനെ സൂചിപ്പിക്കുന്നതാണ്? ക്ലോത്തിങ്ങിന്, വസ്ത്രത്തിന് ചെലവായ 120നെ സൂചിപ്പിക്കുന്നതാണ് ഇത്. വസ്ത്രത്തിന് ചെലവായ 120നെ സൂചിപ്പിക്കുന്നതാണ് ഇപ്പൊ ഞാൻ വരച്ച ഈ ബോക്സ്. അപ്പൊ ഇവിടെ ക്ലോത്തിങ്ങിനെ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ ഷെയ്ഡ് കൊടുത്ത് താഴേക്കായിരുന്നു ഷെയ്ഡ്, അത് നമ്മൾ ഇവിടെയും ഉപയോഗിക്കാം. അപ്പൊ ക്ലോത്തിങ്ങിനെ നമ്മൾ സൂചിപ്പിച്ചു. അടുത്ത ഏതാ വരുന്നത്? റെന്റിന് 130 രൂപ ചെലവായിട്ടുണ്ട്. അതെങ്ങനെ അടയാളപ്പെടുത്തുക? ഫാമിലി ബിക്ക് ഫുഡിനും ക്ലോത്തിങ്ങിനും ആകെ 470 ചെലവായിരുന്നു. അപ്പൊ 470 പ്ലസ് എത്ര? അവർക്ക് റെന്റിന് 130 ചെലവായത്. 470 130 കൂട്ടിയാൽ എത്രയാണ്? 470 130 കൂട്ടിയാൽ 600 എന്ന് കിട്ടും. ആ 600 ആണ് ഇനി ഈ ഒരു റെന്റിന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. 600 എന്ന് പറയുന്നത് ഏകദേശം ഇവിടെ ആയിട്ട് വരും. ഓക്കെ. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് അടയാളപ്പെടുത്തി? റെന്റിന് അവർക്ക് 130 രൂപ വരുന്നത്. നമ്മളിവിടെ ഈ ഒരു ഏരിയയിലാണ് 130 വരുന്നത്. ഈ ഒരു ബോക്സിലാണ് അവർക്ക് 130 വരുന്നത്. അപ്പോ ഇവിടെ നമ്മൾ ഈ ഒരു റെന്റിനെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചിട്ടുള്ള ഷെയ്ഡിങ് എന്താണ്? നേരെ ഇങ്ങനെയുള്ള വരയാണ്. അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഹൊറിസോണ്ടൽ ആയിട്ടുള്ള വരയാണ്, അത് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. അപ്പൊ നമ്മൾ എന്തടയാളപ്പെടുത്തി? അവരുടെ റെന്റിനുള്ള ഫാമിലി ബിക്ക്
റെന്റിന് ചിലവായ 130 അടയാളപ്പെടുത്തി. ഇനി അടുത്ത അവർക്ക് എന്താ വരുന്നത്? മെഡിക്കലാണ് വരുന്നത്. മെഡിക്കലിന് മരുന്നിനൊക്കെ അവർക്ക് 68 രൂപ ചിലവായിരുന്നു. അപ്പോൾ അവർക്ക് ഫുഡിനും ക്ലോത്തിങ്ങിനും റെന്റിനും കൂടെ അവർക്ക് എത്ര ചിലവായിരുന്നു? 660 ചിലവായി. അതിന്റെ കൂടെ മെഡിക്കലിന് ചിലവായ 68 രൂപ കൂട്ടുക. 600-നൊപ്പം 68 രൂപ കൂട്ടിയാൽ എത്രയാണ്? 668. ഇനി നമ്മൾ മെഡിക്കലിന് എത്ര ചിലവായി എന്ന് അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് 668 നമ്മൾ അടയാളപ്പെടുത്തുക. 668 എന്ന് പറയുന്നത് 650-ന്റെ 700-ന്റെ ഒക്കെ മുകളിലാണ്, അതിന്റെ ഒക്കെ നടുവിലായിട്ടാണ് വരിക. 650-ന്റെ തൊട്ട് മുകളിൽ 668 വരും. അത് ഏകദേശം ഈ ഒരു ഏരിയയിൽ എന്ത് വരും? 668 വരും. ഈ 668 ഈ ഒരു ബോക്സിൽ വരുന്ന ചെലവ് ഏതാണ്? ഈ ഒരു ഏരിയയിൽ വരുന്ന എക്സ്പെൻഡിച്ചർ ഏതാണ്? ഈ ഒരു ഏരിയയിൽ വന്ന എക്സ്പെൻഡിച്ചർ ഏതാണ്? ഈ 68 രൂപ നമുക്ക് എന്തിനാ ചെയ്തത്? മെഡിക്കലിനാണ് ചിലവായത്. മെഡിക്കലിനെ സൂചിപ്പിക്കാനായി നമ്മൾ ഇങ്ങോട്ടായിരുന്നു നമ്മൾ ഷെയ്ഡ് ചെയ്തിരുന്നത്. ആ ഷെയ്ഡിങ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക. ഫാമിലി എയിൽ ഉപയോഗിച്ച അതേ ഷെയ്ഡിങ് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ മെഡിക്കലിനെ നമ്മൾ സൂചിപ്പിച്ചു. അടുത്ത എന്താണ്? അതേഴ്സ്. മറ്റുള്ള ചെലവുകൾക്കായിട്ട് ഇവർക്ക് 95 രൂപയാണ് ചിലവായത്. ഈ ഒരു ഏരിയയിലായിരിക്കും എന്ത്? 95 ഉണ്ടാവുക. ബാക്കി നമുക്ക് കിട്ടിയ ഒരു ഏരിയയിലാണ് 95. അപ്പോൾ നമ്മൾ ഈ ഒരു അതേഴ്സ്, മറ്റുള്ള ചെലവുകൾക്കായിട്ട് സൂചിപ്പിച്ചിരുന്ന ഷെയ്ഡ് ഏതാണ്? ഇങ്ങനെ ഈ ഷെയ്ഡ് ആയിരുന്നു. നമ്മൾ ഫാമിലി എയിൽ ഉപയോഗിച്ച അതേ ഷെയ്ഡ് തന്നെ ഇവിടെയും ഉപയോഗിക്കാം. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ കോമ്പണന്റ് ബാർ ഡയഗ്രാം വരയ്ക്കുക. ഈ ഒരു വീഡിയോ കോമ്പണന്റ് ബാർ ഡയഗ്രാം പിന്നെ 2-3 പ്രാവശ്യം ഒന്ന് കണ്ടു നോക്കുക. എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇത്രയും ചെയ്താൽ ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 4 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പൈ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് 2019 മാർച്ച് പബ്ലിക് എക്സാമിനേഷന് 4 മാർക്കിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡ്രോ എ പൈ ഡയഗ്രാം ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിലെ വിവരങ്ങൾക്ക് അനുസൃതമായിട്ട് ഒരു പൈ ഡയഗ്രാം തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. പൈ ഡയഗ്രാം തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റ നമുക്ക് പട്ടികയിൽ തന്നിട്ടുണ്ട്. റൂറൽ ഏരിയയിലുള്ള വർക്കേഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗ്രാമീണ പ്രദേശങ്ങളിലുള്ള തൊഴിലാളികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. റൂറൽ ഏരിയയിലെ പ്രധാനമായിട്ടും 3 വർക്കേഴ്സാണ്, 3 തൊഴിലാളികളാണുള്ളത്. 1 റെഗുലർ സാലറീഡ്, 2 സെൽഫ് എംപ്ലോയിഡ്, 3 കാഷ്വൽ വേജ് ലേബേഴ്സ്. ഈ 3 തരത്തിലുള്ള തൊഴിലാളികളുടെ എത്ര ഉണ്ട് റൂറൽ ഏരിയയിൽ? ഗ്രാമപ്രദേശങ്ങളിൽ എത്ര ആൾക്കാരുണ്ട്? റെഗുലർ സാലറി ചെയ്യുന്നവർ എത്ര ആൾക്കാരുണ്ട്? സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള സ്വയം തൊഴിൽ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്? കാഷ്വൽ വേജ് ആയിട്ടുള്ള തൊഴിലാളികൾ എത്രയുണ്ട്? അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. റെഗുലർ സാലറീഡ്, സാലറിക്ക് ജോലി ചെയ്യുന്നവർ, ശമ്പളത്തിന് ജോലി ചെയ്യുന്നവർ ലക്ഷത്തിലാണ് കൊടുത്തിട്ടുള്ളത്, 28 ലക്ഷം. സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്നവർ 216 ലക്ഷമാണ്. കാഷ്വൽ വേജ് എംപ്ലോയീസ് അഥവാ കാഷ്വൽ വേജ് ലേബേഴ്സ് എന്ന് പറയുന്നത് 156 ലക്ഷമാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് പൈ ഡയഗ്രാം തയ്യാറാക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പൈ ഡയഗ്രാം തയ്യാറാക്കുന്നതിന് മുൻപേ നിങ്ങൾ പൈ ഡയഗ്രാമുമായി ബന്ധപ്പെട്ട് വരുന്ന ഉത്തരം എഴുതുന്നതിന് നിങ്ങൾക്ക് 3 കാര്യങ്ങളാണ് ആവശ്യമുള്ളത്. പൈ ഡയഗ്രാം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 3 കാര്യങ്ങളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. പൈ ഡയഗ്രാം വരയ്ക്കുന്നതിന് മുൻപ് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് നോക്കുക. ഒന്ന്, റിക്വയർമെന്റ്സിൽ ഒന്നാമത് നിങ്ങൾക്ക് വേണ്ടത് കോമ്പസ് ആണ്. കോമ്പസ് നിങ്ങൾക്ക് വേണം ഈ വൃത്തം വരയ്ക്കാൻ. പൈ ഡയഗ്രാം വൃത്തത്തിലാണ് നമ്മൾ വരയ്ക്കുക. അപ്പോൾ വൃത്തം വരയ്ക്കാൻ നമുക്ക് കോമ്പസ് വേണം. 2, പ്രൊട്രാക്ടർ. നമുക്ക് ആംഗിൾ അടയാളപ്പെടുത്തണം, ഡിഗ്രി അടയാളപ്പെടുത്തണം വൃത്തത്തിൽ, അതിന് പ്രൊട്രാക്ടർ വേണം. 3, കാൽക്കുലേറ്റർ. കാൽക്കുലേറ്റർ ഇതിൽ ആംഗിൾ കണ്ടെത്താണ്ട് അതുപോലെ തന്നെ പെർസെൻറ്റേജ് ഒക്കെ കണ്ടെത്താനുണ്ട്. പൈ ഡയഗ്രാം വരയ്ക്കുന്നതിന് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഫൈൻഡ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് കണ്ടെത്തണം. ക്വസ്റ്റ്യനിൽ നമുക്ക് സാലറീഡ് എംപ്ലോയിന്റെയും സെൽഫ് എംപ്ലോയിന്റെയും കാഷ്വൽ എംപ്ലോയിന്റെ ഒക്കെ പെർസെൻറ്റേജ് അല്ല തന്നത്. ചില ക്വസ്റ്റ്യനിൽ നമുക്ക് നേരിട്ട് പെർസെൻറ്റേജ് തരും. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് പെർസെൻറ്റേജ് തന്നിട്ടില്ല. അപ്പൊ ആദ്യം ഈ ഒരു പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഫോളോ ചെയ്യേണ്ട സ്റ്റെപ്പ് ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള സംഖ്യകളെ പെർസെൻറ്റേജിലാക്കുക, ശതമാനത്തിലാക്കുക. അതാണ് ചെയ്യേണ്ട ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത് ചെയ്യേണ്ട സ്റ്റെപ്പ് ഫൈൻഡ് ആംഗിൾ. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ള സംഖ്യകളെ ശതമാനത്തിലാക്കിയതിനു ശേഷം, പെർസെൻറ്റേജിലാക്കിയതിനു ശേഷം ആംഗിൾ കണ്ടുപിടിക്കുക. ആംഗിൾ കണ്ടെത്താൻ പെർസെൻറ്റേജിന്റെ തുകയോടൊപ്പം 3 പോയിന്റ് ഗുണിച്ചാൽ നമുക്ക് ആംഗിൾ കിട്ടും, ഡിഗ്രി കിട്ടും. അതാണ് നമ്മൾ ഈ ഒരു വൃത്തത്തിൽ അടയാളപ്പെടുത്തുക. അപ്പോൾ പൈ ഡയഗ്രാമിന് ആവശ്യമായിട്ടുള്ള വൃത്തം ഞാനിവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഫൈൻഡ് ഔട്ട് പെർസെൻറ്റേജ്. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്. ഫൈൻഡ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് ആണ് നമ്മൾ ആദ്യം കണ്ടെത്താൻ പോകുന്നത്.
എങ്ങനെയാ പെർസെന്റേജ് കണ്ടെത്തുക? ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് 3 തരത്തിലുള്ള ലേബേഴ്സുമായി ബന്ധപ്പെട്ട ഡാറ്റ തരുന്നത്. റെഗുലർ സാലറി 28 ലക്ഷം ഉണ്ട്, സെൽഫ് എംപ്ലോയിഡ് 216 ലക്ഷം ഉണ്ട്, കാഷ്വൽ വർക്കേഴ്സ് 156 ലക്ഷമാണുള്ളത്. ഇതൊക്കെ നമുക്ക് ഈ 28 ലക്ഷത്തിനെയും 216നെയും 156നെയൊക്കെ നമുക്ക് പെർസെന്റേജിലാക്കണം, ശതമാനത്തിലാക്കണം. എങ്ങനെ പെർസെന്റേജ് കാണാം? ഇൻഡിവിജ്വൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഇൻറ്റു 100 ചെയ്താൽ പെർസെന്റേജ് കിട്ടും. ആദ്യം നമുക്ക് ഈ റെഗുലർ സാലറീഡിന്റെ പെർസെന്റേജ് എങ്ങനെ കണ്ടെത്തി നോക്കാം. അപ്പോൾ റെഗുലർ സാലറീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ എഴുതും റെഗുലർ സാലറീഡ്. എന്നിട്ട് റെഗുലർ സാലറീഡ് എത്ര ലക്ഷമാണ്? 28 ലക്ഷമാണ്. 28 ലക്ഷത്തിന് 28നെ നമ്മൾ ആ 28ഉം 216 156 കൂട്ടിയാൽ നമുക്ക് ടോട്ടൽ കിട്ടുക 400 ആണ്. അപ്പൊ 28 ഹരിക്കണം 400 × 100 ചെയ്താൽ നമുക്ക് അതിന്റെ പെർസെന്റേജ് കിട്ടും. റെഗുലർ സാലറിന്റെ പെർസെന്റേജ് കാണാൻ റെഗുലർ സാലറി എത്രയാണ്? 28 ആണ്. 28 ഹരിക്കണം 400 ടോട്ടലാണ്. 28 216 156 കൂട്ടി 400 കിട്ടും. 28 ഹരിക്കണം 400 × 100 ചെയ്താൽ നമുക്ക് പെർസെന്റേജ് കിട്ടും. ഇങ്ങനെ 28 ഹരിക്കണം 400 × 100 ചെയ്താൽ 7% എന്ന് കിട്ടും. 7% ഈ ഒരു റെഗുലർ സാലറിയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം. അടുത്ത സെൽഫ് എംപ്ലോയിഡ് ആണ്. ഇതേപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡിന്റെ പെർസെന്റേജ് നമ്മൾ കണ്ടെത്തണം. സെൽഫ് എംപ്ലോയിഡിന്റെ പെർസെന്റേജ് എങ്ങനെ കാണാം? സെൽഫ് എംപ്ലോയിഡ് 216 ലക്ഷമാണത്. അപ്പൊ 216 ഡിവൈഡ് ബൈ 400 × 100. 216 ഡിവൈഡ് ബൈ 400 × 100. 216നെ 400 കൊണ്ട് ഹരിച്ചാൽ അതിനുശേഷം 100 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 54% എന്ന് കിട്ടും. 54% സെൽഫ് എംപ്ലോയിഡ്. ഇനി അടുത്തത് കാഷ്വൽ വേജ് എംപ്ലോയീസ് ആണ്. അവരെത്രയാണ്? കാഷ്വൽ വേജ് 156 ആണ്. 156 ലക്ഷമാണത്. അപ്പൊ അതിന്റെ പെർസെന്റേജ് എങ്ങനെ കാണാം? 156 ഡിവൈഡ് ബൈ 400 × 100. 156 ഡിവൈഡ് ബൈ 400 × 100 ചെയ്താൽ നമുക്ക് 39 എന്ന് കിട്ടും. 39% എന്ന് കിട്ടും. അപ്പൊ നമ്മൾ പെർസെന്റേജ് കണ്ടെത്തി. 7%, റെഗുലർ സാലറിഡ് 7%, സെൽഫ് എംപ്ലോയിഡ് 54%, കാഷ്വൽ വേജ് 39%. 7ഉം 54ഉം 39ഉം കൂട്ടിയാൽ നമുക്ക് ആകെ 100% എന്ന് കിട്ടും. അപ്പൊ പെർസെന്റേജ് കണ്ടെത്തി. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? ഫൈൻഡ് ആംഗിൾ കണ്ടെത്തലാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ആംഗിൾ നമുക്ക് ആദ്യം ഈ 3ന്റെ ആംഗിൾ കണ്ടെത്തണം. റെഗുലർ സാലറിന്റെ, സെൽഫ് എംപ്ലോയിഡിന്റെ, കാഷ്വൽ വേജ് ലേബേഴ്സിന്റെ ഒക്കെ ആംഗിൾ കണ്ടെത്തണം. ആംഗിൾ കണ്ടെത്താനായി നമ്മൾ ആദ്യം ഈ റെഗുലർ സാലറിന്റെ ആംഗിൾ കണ്ടെത്തി നോക്കാം. ആംഗിൾ കണ്ടെത്താനായി പെർസെന്റേജ് ഇൻറ്റു 3.6 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ കിട്ടും. പെർസെന്റേജ് ഇൻറ്റു 3.6 ചെയ്താൽ നമുക്ക് ആംഗിൾ കിട്ടും. അപ്പോ റെഗുലർ സാലറിന്റെ ആംഗിൾ നമുക്ക് കണ്ടെത്തി നോക്കാം. അപ്പോൾ റെഗുലർ സാലറിന്റെ പെർസെന്റേജ് എത്രയാണ്? നമ്മൾ കണ്ടെത്തി 7%. 7%. അപ്പൊ 7 × 3.6. 7% × 3.6 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 25.2 എന്ന് കിട്ടും. 25.2 ഡിഗ്രി. ആംഗിൾ നമ്മൾ ഡിഗ്രിയിലാണ് പറയാം. 25.2 ഡിഗ്രി. ഇനി അടുത്തത് സെൽഫ് എംപ്ലോയിഡിന്റെ ഇതേപോലെ തന്നെ കണ്ടെത്തണം. സെൽഫ് എംപ്ലോയിഡിന്റെ പെർസെന്റേജ് എത്രയാണ്? നമ്മൾ കണ്ടെത്തിയതാണ് 54. 54നെ എന്തുകൊണ്ട് ഗുണിക്കുക? ആംഗിൾ ആയ 3.6 കൊണ്ട് ഗുണിക്കുക. 54നെ 3.6 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 54 × 3.6 ചെയ്താൽ 194.4 ഡിഗ്രി എന്ന് കിട്ടും. 194.4 ഡിഗ്രി എന്ന് കിട്ടും. അടുത്തത് കാഷ്വൽ ലേബേഴ്സിന്റെ ഇതേപോലെ തന്നെ കാഷ്വൽ ലേബേഴ്സിന്റെ പെർസെന്റേജ് നമ്മൾ കണ്ടെത്തിയത് 39. 39 × 3.6. 39നെ 3.6 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടും? 140.4 ഡിഗ്രി എന്ന് കിട്ടും. 140.4 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഈ പെർസെന്റേജിനെ നമ്മൾ ഡിഗ്രിയിലേക്ക് ആംഗിളിലേക്ക് മാറ്റി. നമ്മൾ ആംഗിൾ ആണ് ഈ ഒരു പൈ ഡയഗ്രാമിൽ അടയാളപ്പെടുത്തുക, അല്ലാതെ പെർസെന്റേജ് അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ആംഗിൾ ഡിഗ്രി കണ്ടെത്തിയത്. ഈ നമുക്ക് റെഗുലർ സാലറിന്റെ എത്ര കിട്ടി? 25.2 ഡിഗ്രി. സെൽഫ് എംപ്ലോയിഡിന്റെ 194.4 ഡിഗ്രി. കാഷ്വൽ വേജ് എംപ്ലോയീസിന്റെ അഥവാ ലേബേഴ്സിന്റെ 140.4 ഡിഗ്രി കിട്ടി. നമുക്കറിയാം ഒരു വൃത്തത്തിനാകെ എത്രയാണ് ഡിഗ്രി ഉള്ളത്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ് ഒരു വൃത്തത്തിന്റെ ആംഗിൾ. ഈ ആംഗിളൊക്കെ കൂട്ടിയാൽ 360 ഡിഗ്രി കിട്ടുന്നുണ്ടോ നോക്കാം. 25.2 കൂട്ടണം, 194.4 കൂട്ടണം, 140.4 എത്ര കിട്ടുക? ഇത് മൂന്നും കൂട്ടിയാൽ 25.2ഉം 194.4 140.4 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 360 ഡിഗ്രി എന്ന് കിട്ടും. 360 ഡിഗ്രി ഒരു വൃത്തത്തിന്റെ ആകെ അളവാണെന്ത്? 360 ഡിഗ്രി.
ഇനി നമുക്ക് ഈ ഒരു ഇതിൽ അടയാളപ്പെടുത്തണം. ആംഗിൾ കണ്ടെത്തി, നമ്മൾ ഡിഗ്രി കണ്ടെത്തി. ഇനി ആ ഡിഗ്രി ഈ പൈ ഡയഗ്രാമിൽ കണ്ടെത്തണം. ആദ്യം നമുക്ക് റെഗുലറിന്റെ അടയാളപ്പെടുത്തി നോക്കാം. അതിന് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ പ്രൊട്രാക്ടർ വേണം. റെഗുലറിന്റെ എത്രയാണ്? റെഗുലർ സാലറിന്റെ എത്രയാണ്? 25.2 ഡിഗ്രിയാണ്. അപ്പൊ നമ്മൾ ഇവിടെ പ്രൊട്രാക്ടർ വെച്ചിട്ട് 25.2 ഡിഗ്രി എവിടെ വരിക നോക്കാം. 25.2 ഡിഗ്രി ഏകദേശം 20ന്റെയും 30ന്റെയും സെൻട്രലായിട്ട് വരിക. അപ്പൊ നമ്മൾ ഇവിടെ ഒരു അടയാളപ്പെടുത്തണം. എന്നിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. ഈ ഒരു ഏരിയ ആണ് എന്ത്? 25.2 ഡിഗ്രി. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി അടുത്ത സെൽഫ് എംപ്ലോയിഡ് ആണ്. സെൽഫ് എംപ്ലോയിഡിന്റെ 194.4 ഡിഗ്രിയാണ്. പ്രൊട്രാക്ടർ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രൊട്രാക്ടറിൽ ആകെ എത്ര ഡിഗ്രിയേ ഉള്ളൂ? ഈ ഇങ്ങനത്തെ ഒരു പ്രൊട്രാക്ടറിൽ 150 ഡിഗ്രിയേ ഉള്ളൂ. 150 ഡിഗ്രി വരെ ഇതിൽ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ സാധാരണ പ്രൊട്രാക്ടറിൽ. അപ്പോൾ 194 ഡിഗ്രി നമുക്ക് ഇതിൽ നോക്കിയിട്ട് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ബാക്കി അടുത്ത് നോക്കുക. സെൽഫ് എംപ്ലോയിഡിന്റെ 194 ആണുള്ളത്, 194 ഡിഗ്രിയാണ്. അപ്പൊ ഈ ഒരു പ്രൊട്രാക്ടറിൽ 194 ഡിഗ്രി എടുക്കാൻ കഴിയില്ല. കാരണം ഇതിൽ 150 ഡിഗ്രിയാണ് അവസാനം വരെ കൊടുത്തിട്ടുള്ളത്. 194 ഡിഗ്രി എന്ന് പറയുന്നത് 190 കഴിഞ്ഞിട്ടാണ്. ഈ പ്രൊട്രാക്ടറിൽ 150 വരെ വരുന്നുള്ളൂ ഡിഗ്രി. അപ്പൊ അടുത്തത് ഏതാ നോക്കുക? അടുത്തത് ഈ സെൽഫ് എംപ്ലോയിഡ് അടയാളപ്പെടുത്തുന്നതിന് പകരം അടുത്തത് ഏതാണ്? കാഷ്വൽ വേജ് ലേബേഴ്സിന്റെ എത്ര ഡിഗ്രിയാണ്? 140 ഡിഗ്രിയാണ്. അപ്പൊ 140 ഡിഗ്രി നമ്മുടെ പ്രൊട്രാക്ടറിലുണ്ട്. അപ്പൊ 140 ഡിഗ്രി നമുക്ക് ആദ്യം അടുത്തത് കാഷ്വൽ വേജ് എംപ്ലോയിന്റെ അടയാളപ്പെടുത്തി നോക്കാം. 140 ഡിഗ്രി. അപ്പൊ നമ്മൾ ഇങ്ങനെ ചെരിച്ചു വെക്കുക. 140 ഡിഗ്രി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെരിച്ചു വെക്കുക. 140 എന്ന് പറയുന്നത് എവിടെ വരിക? ഇവിടെ വരും. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക. ഇതാണ് എന്ത്? 140 ഡിഗ്രി. 140.4 ഡിഗ്രി. അത് നമ്മൾ അടയാളപ്പെടുത്തി. ഇനി ബാക്കി വരുന്ന പോർഷൻ ആയിരിക്കും എന്ത്? സെൽഫ് എംപ്ലോയിഡിന്റെ 194.4 ഡിഗ്രി. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് നിങ്ങൾ പൈ ഡയഗ്രാം വരയ്ക്കേണ്ടത്. അപ്പൊ ഇത് കുറച്ചും കൂടി ഒന്ന് ഉഷാറായിട്ട് നിങ്ങൾ ബുക്കിൽ വരയ്ക്കുമ്പോൾ ഒന്നും കൂടി കൃത്യമായിട്ട് അളവിൽ വരയ്ക്കുക. അപ്പോ ഇങ്ങനെ എത്രയും ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ക്വസ്റ്റ്യൻ പ്രകാരമുള്ള 4 മാർക്ക് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.